സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായിട്ടുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കിയും അവനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടും ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ വാരണാക്കര പ്രദേശത്ത് ഒരു വിസ്ഡം ദഅ്വാ സെൻറ്റർ ഇന്ന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. തൗഹീദിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രം, ദീനിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ശൂറ ചെയ്യുവാനുമുള്ള ഒരാസ്ഥാനം തുറന്ന ഒരു സന്തോഷവേളയിലാണ്. അതിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന 2 മഹത്തായ പ്രബോധന സംഗമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, എല്ലാ ജില്ലകളിലും നടന്നു വരുന്ന ഫാമിലി കോൺഫറൻസ്, മലപ്പുറം വെസ്റ്റ് ജില്ലയുടേത്. അതേപോലെ തന്നെ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന നമ്മുടെ യൂത്ത് കോൺഫറൻസ്. ഈ മഹത്തായ 2 മഹാസംഗമങ്ങളുടെ പശ്ചാത്തലത്തിലും കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മുടെ ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങളുമായി പല സന്ദർഭത്തിലും ബന്ധപ്പെടുവാൻ അവസരം കിട്ടിയിട്ടുള്ളൊരു പ്രദേശമാണ്. നമ്മുടെ തറവാട് പള്ളിയുടെ എതിർവശത്തുള്ള മദ്രസ കണ്ടപ്പോൾ സ്വാഭാവികമായും രാത്രി സന്ദർഭങ്ങളിൽ തങ്ങി നടത്തിയ പഴയ ചില ക്യാമ്പുകളുടെ സംഗമങ്ങളുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുമാത്രമല്ല, പല രാത്രികളിൽ രാത്രി താമസിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ പള്ളിയും വളരെ ദശാബ്ദങ്ങൾക്ക് മുന്നേയുള്ള ഓർമ്മകളിലേക്ക് സത്യത്തിൽ മഗ്‌രിബിക്ക് പള്ളിയിലെത്തിയപ്പോൾ അത് മനസ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളേവരും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ സൽപ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്ത് നമുക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പ്രഭാഷണങ്ങൾക്ക് പോയിരുന്ന ഒരു മനസ്സോടുകൂടെയല്ല ഇന്ന് നമ്മൾ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് വേണ്ടി വരുന്നത്. മുമ്പൊക്കെ ഒരു പ്രസംഗത്തിൻ്റെ ശൈലിയും ഒരു പ്രഭാഷണത്തിൻ്റെ ആസ്വാദനവുമായിരുന്നു പലപ്പോഴും ഇത്തരം മതപ്രഭാഷണങ്ങളിൽ ആളുകൾ മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ദീനിനോടുള്ള കാഴ്ചപ്പാടുകളിൽ തന്നെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ എത്ര തന്നെ പ്രസംഗിച്ചാലും എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞാലും ആരെങ്കിലും ഒരു സംശയം ചോദിക്കുകയോ ആ വിഷയത്തെക്കുറിച്ചൊരു വിശദീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്, പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന യൂട്യൂബിലെയും മറ്റും ലഭിക്കുന്ന എല്ലാ പ്രഭാഷണങ്ങളും ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ആ വാക്കുകളിൽ എവിടെയെങ്കിലും ഞാൻ അനുഭവിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പല പ്രഭാഷണ വേദികളിലും നമ്മൾ എത്തുമ്പോൾ ആളുകൾ അത്തരമൊരു വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്ന് പോലും അങ്ങനെയൊരു സന്തോഷം എനിക്കുണ്ടായി. ഈ പള്ളിയിൽ നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ ആളുകളുടെ ജീവിതത്തിൽ ദീനിൻ്റെ വെളിച്ചം പകർന്നു നൽകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അകന്നുപോയി സമാധാന ശാന്തി നിറഞ്ഞൊരു ജീവിതത്തിലേക്ക്, ഇസ്ലാം ലക്ഷ്യമാക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ആളുകൾക്ക് കഴിയുന്നു എന്നതാണ് ഇന്നത്തെ പ്രഭാഷണങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയാണ് വരുന്നത്. എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനക്കാർ, എൻ്റെ സംഘടനക്കാർ നടത്തുന്നൊരു പരിപാടിയാണ്,
അതുകൊണ്ട് അവിടെ കസേരകൾ ഒഴിഞ്ഞു കിടന്നുകൂടാ എന്നൊക്കെ വിചാരിച്ച് വരുന്നവരുടെ എണ്ണം വളരെ ചുരുക്കം മാത്രമാണ്. നിങ്ങൾ എന്നെ മുടക്കിയാലും ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സംഘടനയുടെ അതിർവരമ്പുകളെ പരിഗണിക്കാതെ വിഭാഗീയതകളുടെ മാറ്റി നിർത്തലുകളെ മൈൻഡ് ചെയ്യാതെ വന്നെത്തുന്ന ഒട്ടനവധി ശ്രോതാക്കളെ, കേൾവിക്കാരെ ഇന്നത്തെ മതപ്രഭാഷണ വേദികളിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം ധാരാളം ആളുകൾ ഈ സദസ്സിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രശ്നസങ്കീർണമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. എന്തിനേറെ പറയണമെന്ന് ചോദിച്ചാൽ ഒരല്പസമയം മനസ്സ് തുറന്നു പറയാൻ, വിഷമങ്ങൾ പറയാൻ ഒരു അവസരം കിട്ടിയാൽ പറയാത്തവരാരാണുള്ളത് എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടികളോടാണ്, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളോടാണ് എനിക്ക് ഇന്നത്തെ ഒരവധി ദിനത്തിൽ കുറച്ച് സമയം സംസാരിക്കാൻ സമയം കിട്ടിയത്. അപ്പം അതിലൊരു കൊച്ചു പെൺകുട്ടി എന്നോട് പറയണത്, ഉമ്മനോടൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കിതൊക്കെ ഒന്ന് പറയണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആദ്യത്തെ വാക്കിൽ തന്നെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. അവൾ സംസാരിച്ച് തീരും വരെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉമ്മയോട് പറഞ്ഞ ആശ്വാസം കാണാത്ത, വാപ്പയോട് പറഞ്ഞ ആശ്വാസം കാണാത്ത, സുഹൃത്തുക്കളോട് പറയാനാവാത്ത ഒട്ടനവധി വേദനകൾ ആ കൊച്ചു പെൺകുട്ടികൾക്ക് പറയാൻ. അവൾക്ക് ഭർത്താവില്ല, മക്കളില്ല, ഒരു പക്ഷേ പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അവളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ സങ്കടമില്ലാത്തവരാരാണ്? പ്രതിസന്ധിയില്ലാത്തവരാരാണ്? പ്രയാസങ്ങളില്ലാത്തവരാരാണ്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇന്നാ അർസൽനാ ഇലൈക്കും നൂറം മുബീനാ, വ്യക്തമായൊരു വെളിച്ചം. മനസ്സിൻ്റെ എന്തെല്ലാം ഇരുട്ടുകളും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ടോ അതിനെയെല്ലാം നമുക്ക് തെളിയിച്ച് തന്ന് ശരിയായ വഴി കാണിച്ചു തരുന്നൊരു വെളിച്ചമാണ് ഖുർആൻ. അള്ളാഹു തന്നൊരു വെളിച്ചം. എല്ലാ ഏകാന്തതകളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ആശയക്കുഴപ്പങ്ങളിലും എല്ലാം നമുക്ക് വഴി കാണിച്ചു തരാൻ വിശുദ്ധ ഖുർആനിന് പറ്റും. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അപകടങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ധാരാളം മനസ്സുകൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ റഹ്മത്ത് എന്നല്ല വിളിച്ചത്. ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. എല്ലാറ്റിനും ഖൈറായത്, നമുക്ക് മറ്റൊന്നിനും കാണിച്ചു തരാൻ പറ്റാത്ത, മറ്റൊന്നിനും ജീവിതത്തിൽ നേടിത്തരാൻ പറ്റാത്ത ഗുണങ്ങൾ നമുക്ക് തരുന്ന വിശുദ്ധ ഖുർആൻ, അത് മനസ്സിന് ശാന്തമാണ്, മനസ്സിന് മരുന്നാണ്. മനസ്സനുഭവിക്കുന്ന എന്ത് വിഷമങ്ങൾക്കും അതൊരു മരുന്നാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഅ്, ഹൃദയങ്ങളിലുള്ളതിന് ശാന്തിയും സമാധാനവും ഒരു മരുന്നുമാവാൻ വിശുദ്ധ ഖുർആനിന് സാധ്യമാകും. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ആശ്വാസം നമുക്ക് ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടണം, പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടണം. നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ദീനിൻ്റെ ഒരു ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്കത് ലഭിക്കും. കാരണം ഖുർആനിനെ അങ്ങനെ പഠിക്കണം എന്നു തന്നെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ശരിക്കും ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ശരിയായി വിശകലനം ചെയ്ത് പഠിക്കണം എന്നാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനെ എന്താണ് അവർ ചിന്തിച്ച് പഠിക്കാത്തത്, ആലോചിച്ച് പഠിക്കാത്തത്? എന്താണ്? അവിടെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ചിന്തിച്ചും ആലോചിച്ചും വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതെല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിച്ചു തരും. ഏറ്റവും അധികം പ്രശ്നങ്ങളുള്ളത് കുടുംബത്തിലാകുന്നത് കൊണ്ടാണ് കുടുംബത്തെ നമ്മൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കുന്നതും കുടുംബ സമ്മേളനം നടത്തുന്നതും കുടുംബം എന്ന വിഷയം ഇത്തരം പ്രഭാഷണങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽ മാത്രമാണോ? കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് നമ്മളെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ്. നമ്മളെ വേദനിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും നമ്മുടെ മാനസിക നിലയെ ബാധിക്കുന്നതുമൊക്കെ കുടുംബ പ്രശ്നങ്ങളാണ്.
അവിടെ മാത്രമല്ല പ്രശ്നങ്ങളുള്ള, ജീവിതത്തിലുടനീളം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കലാണ് ഖുർആൻ നമുക്ക് തരുന്ന ഒരു പ്രധാന സന്ദേശം. ഉണ്ടാകും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം അടുത്ത കാലങ്ങളിലൊക്കെ പെട്ടെന്ന് ആകസ്മികമായി മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ മരണം കണ്ടു നിൽക്കുന്ന ആളുകൾ പിന്നെ അതിനുശേഷം മാനസിക പ്രശ്നങ്ങളുള്ളവരായി കാണുന്നത് ധാരാളമായി നമ്മളൊക്കെ കാണുന്നത്. ഇത് പെട്ടെന്ന് മരണം, ഉറ്റവരും ഉടയവരുമായ ആളുകൾ മരിക്കാം, ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ പറ്റി മരിച്ചു പോകുമ്പോൾ ആ മരണം കണ്ട പല ആളുകൾക്കും പിന്നീട് മരണത്തെക്കുറിച്ചുള്ളൊരു ഭീതിയാണ്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അങ്ങനെ എനിക്ക് പേടിയാണ്, മരണത്തെക്കുറിച്ചുള്ളൊരു ഭയം സത്യത്തിൽ എൻ്റെ മനസ്സിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥമായി. അതെന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? സുഹൃത്തുക്കളെ, മക്കൾ മരിച്ചു കഴിഞ്ഞാൽ, അപകടത്തിൽ മരണമുണ്ടായാൽ മരണം പ്രതീക്ഷിക്കണില്ല. നമ്മളെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് മരിക്കുന്നു പ്രതീക്ഷിക്കണില്ല, ഭാര്യ മരിക്കുന്നു പ്രതീക്ഷിക്കണില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. നമ്മൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന അത്രയും ഉറപ്പിൽ അല്ലാഹ് നമ്മളോട് പറഞ്ഞതാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബുലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ലതുബ്ലവുന്ന ഫി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വരും, പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, മരണങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, കച്ചവടങ്ങൾ പൊളിയും, വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരും, വീട്ടാനാകാത്ത കടങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ്. ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് വെച്ച കാര്യങ്ങളാണെന്ന നിലക്ക് നമുക്ക് ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ അതിനെ തരണം ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല മുസീബത്തുകളും വന്നാൽ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതിനെ കാണുമ്പോൾ ആ മുസീബത്തുകളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുവാനുള്ളൊരു മനസ്സ്, അള്ളാഹുവിലേക്ക് ഇസ്തിർജാ ചെയ്യുവാനുള്ള ഒരു മനസ്സ്, അത് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണുക. എന്ത് സംഭവിച്ചാലും, എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആളുകൾ എന്തുകൊണ്ടാണ് ശിർക്ക് ചെയ്യണത്, അല്ലാത്തവർക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് പോകുന്നത്, ജ്യോത്സ്യന്മാരത്ത് പോകുന്നത്, പണിക്കന്മാരത്ത് പോകുന്നത്? എന്തിനാണ് ആളുകൾ ഇത്തരം ആളുകൾ പോകുന്നതിൻ്റെ പിന്നിൽ? അവിടെ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രതിസന്ധികളാണ്. വഇദാ മസ്സൽ ഇൻസാനു ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ആളുകൾ അങ്ങേയറ്റത്തെ ഖേദത്തോടെ, മടക്കത്തോടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, പിന്നെ അള്ളാഹു അവനൊരു അനുഗ്രഹത്തെ കൊടുത്തു കഴിഞ്ഞാൽ നസിയമാക്കാൻ യദ്ഉ ഇലൈഹി, അവൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോകും. എനിക്ക് പ്രാർത്ഥിച്ചിട്ടാ കിട്ടിയത് എന്നില്ല, ഒരു ഓർമ്മ തന്നെ ഉണ്ടാവില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് മനുഷ്യൻ്റെ വിശ്വാസം ഉണരും, പ്രാർത്ഥന ഉണരും. അപ്പോൾ പലപ്പോഴും പല ആളുകളും എന്താ വെച്ചാൽ കാര്യങ്ങൾ വേഗത്തിൽ നേടാൻ അവർക്ക് പറ്റുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണെന്ന് വിചാരിച്ച് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹു തരാത്തൊരു കാര്യം അള്ളാഹുവിനെ അതിജീവിച്ചു കൊണ്ട് വാങ്ങിത്തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവും? അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ എന്തായി? തരാത്തൊരു കാര്യം നമുക്ക് വാങ്ങിത്തരാൻ ആർക്കെങ്കിലും പറ്റും? അത് മനസ്സിലായാൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ അല്ലാത്ത ആരെങ്കിലും പോവോ? നിനക്കൊരു ബുദ്ധിമുട്ട് അല്ല വരുത്തിയാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹ് അല്ലാതെ ആർക്കും നീക്കാൻ പറ്റൂല. അല്ലാഹ് ഒരു ഖൈർ തന്നാലോ ആ ഖൈറിനെ തടുക്കാനും ആർക്കും പറ്റൂല. ആർക്ക് വരണം, ആർക്ക് കൊടുക്കണം, ആർക്ക് തടുക്കണം, ഇതൊക്കെ ആരാ തീരുമാനിക്കുക? യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തൻ്റെ അടിമകളിൽ ആർക്കാണിത് ബാധിക്കേണ്ടത് എന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുക. അപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തൊരു തീരുമാനമല്ല എന്ന് വിചാരിച്ചാൽ എന്തു വന്നാലും
ഇത് പടച്ചവനോട് പറയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് എന്താ സുഹൃത്തുക്കളെ പേടിക്കളെ, എന്താണ് ഭയപ്പെടാനുള്ളത്? സാധാരണ ചില ആളുകൾ പറയും, ഇനി ഞാൻ മരിച്ചാലോ, ഇങ്ങനെയാണെങ്കിൽ എന്നെ പടച്ചവൻ കുറച്ചാലും നീട്ടിയിടാതിരിക്കട്ടെ. രോഗം വരുന്ന ആൾക്കാർ പറഞ്ഞ വാക്കാണ്. ഈ അവസ്ഥയിൽ അള്ളാഹു എന്നെ ദീർഘിപ്പിച്ചിടാതിരിക്കട്ടെ. ഈ പ്രതിസന്ധികളിൽ എനിക്ക് ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെ നിരാശപ്പെടാൻ എന്താണ് സുഹൃത്തുക്കളെ? അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വല്ല നിരാശ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ സുഹൃത്തുക്കളെ? അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ നിരാശ ഉണ്ടാകുക? തബാരകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അധികാരങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ആരാണോ ചെയ്യണത്? ആ പടച്ചോൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിയും. എത്ര സ്ഥലത്താ ഖുർആൻ? എല്ലാറ്റിനും കഴിയും. എല്ലാറ്റിനും അള്ളാഹുവിന് കഴിയുമെന്ന് മനസ്സിലാക്കുന്നവന് അള്ളാഹുവിൻ്റെ കഴിവുകളെ കുറിച്ച് എന്ത് സംശയം ഉണ്ടാവും? ഒരു സംശയം ഉണ്ടാവില്ല. അള്ളാഹ് എല്ലാറ്റിനും കഴിയണ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ വഅഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ വൽ ജിബാല അർസാഹാ. കുറഞ്ഞ വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവും മഹത്വവും ഈ പ്രപഞ്ചത്തിലെ അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറയണം. ഈ ആകാശത്തെക്കാളും പണിയുണ്ടോ നിങ്ങൾ ഉണ്ടാക്കാനാണ്. ഈ ആകാശങ്ങളെയൊക്കെ സൃഷ്ടിച്ച് അതിലേക്ക് ഇങ്ങനെ ഉയർത്തി നിർത്തി രാപ്പകലുകളെ മാറ്റി മഴയിറക്കി തരുന്ന പടച്ച തമ്പുരാന് അസാധ്യമായിട്ട് എന്താണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു നിരാശ, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് ഇടങ്ങേറായി ബുദ്ധിമുട്ടി ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളോട് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം. അതായത് അള്ളാഹുവിന് പരിഹരിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ഇപ്പം എങ്ങനെ ഞാൻ മാറുക, ഈ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ? അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? അള്ളാഹുവിൻ്റെ മഹത്വത്തെയും കഴിവിനെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നല്ലേ. കടലിക്ക് വീണ് പിന്നെന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ? മത്സ്യം വന്ന് വിഴുങ്ങി പിന്നെന്താ പ്രതീക്ഷ ഉള്ളത്? കടലിക്ക് വീണാൽ തന്നെ പ്രതീക്ഷയല്ല, പിന്നെ മത്സ്യം വന്ന് വിഴുങ്ങി പിന്നെ പ്രതീക്ഷ ഉണ്ടോ? ഇനി എന്ത് പ്രതീക്ഷ എന്ന് ചോദിക്കുന്നവർ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആഴക്കടലിലേക്ക് കപ്പലിൽ നിന്നും എടുത്തെറിയപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന് കടലിൽ വീണിട്ട് നിരാശനായോ? മത്സ്യം വിഴുങ്ങിയിട്ട് നിരാശനായോ? ഇല്ല. വനാദാ ഫിൽ-ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. വനാദാ ഫിൽ-ളുലുമാത്. ഇരുട്ടുകളിൽ കിടന്ന് അദ്ദേഹം വിളിച്ചു. വിളിച്ചാൽ കിട്ടും. എവിടെ നിന്നും വിളിക്കാം അള്ളാഹുവിനെ. അള്ളാഹുവിനെ വിളിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ടോ സുഹൃത്തുക്കളെ? കടലിന്റെ അഗാധതയിൽ നിന്നുകൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുള്ള പ്രാർത്ഥന, അതാണ് യൂനുസ്. എവിടുന്നാ പ്രാർത്ഥിക്കുന്നത്? പള്ളിയിൽ നിന്നല്ല. അപകടത്തിൽപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥന. വെളിച്ചമില്ല ഇവിടെ. രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ട്. വനാദാ ഫിൽ-ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. പണ്ഡിതന്മാർ പറഞ്ഞു, പ്രതിസന്ധിയും ബുദ്ധിമുട്ടും വരുമ്പോൾ പ്രാർത്ഥിക്കാന്നാണ്. ഈ പ്രാർത്ഥന യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഞാൻ അക്രമികളിൽ പെട്ടുപോയി പടച്ചോനെ. എന്താ? അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും തൗഹീദും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ. ഞാൻ എന്തിനാ പറഞ്ഞത് സുഹൃത്തുക്കളെ? എപ്പോഴെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ടോ? മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയില്ലായ്മ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമല്ല. കാരണം എന്താ? അങ്ങനെ നിരാശ എന്നൊന്ന് ആശയറ്റുപോകുമ്പോഴല്ലേ നിരാശ. അള്ളാഹുവിനെ കുറിച്ച് ആർക്കെങ്കിലും നിരാശയുണ്ടാവും, ആശയറ്റുപോകും. അതുകൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളും അള്ളാഹു തന്നതാണ്, അത് അള്ളാഹ് എനിക്ക് പരിഹരിച്ച് തരും എന്ന് നമ്മൾ വിശ്വസിക്കണം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യണം. അതെന്ത് പ്രതിസന്ധികളായാലും എന്ത് ബുദ്ധിമുട്ടുകളായാലും നമ്മുടെ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കണം. അതെന്താണ് സുഹൃത്തുക്കളെ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൊണ്ട് മാത്രം പറ്റൂല. അത് നമ്മളെല്ലാവരും ചിന്തിക്കണം. നമ്മളെ കൊണ്ട് മാത്രം ഒന്നും പറ്റൂല സുഹൃത്ത്. എന്തെങ്കിലും കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഇടപെടലില്ലാതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ, കാരുണ്യമില്ലാതെ ഒന്നും നമുക്ക് പറ്റില്ല. എന്നും പോണതല്ലേ രാവിലെ നിങ്ങൾ ജോലിക്ക്, എന്നും വൈകുന്നേരം തിരിച്ചു വരുന്നില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് വാഹനമല്ലേ, നിങ്ങൾക്ക് വഴി അറിയില്ലേ, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടൊരു ജോലിയല്ലേ? എന്നാലും നിങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ എന്ത് പറയുന്നറിയോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ, നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്
ഞാൻ ഇറങ്ങുന്നു എന്നാ പറയാം. അതെന്താ സുഹൃത്തുക്കളെ? ആ ഇറങ്ങിയ ഒതുക്കുകൾ തിരിച്ച് കയറുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതാണ് പ്രശ്നം. തിരിച്ച് കയറുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. മകളുടെ കല്യാണം വിളിക്കാൻ മുറ്റത്ത് പന്തൽ കെട്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട് മകളെ കല്യാണം വിളിക്കാൻ നടക്കുന്ന ആളെ കല്യാണത്തിൻ്റെ തലേന്ന് അതേ പന്തലിൽ അയാളുടെ ജനാസ കൊടുന്ന് കിടത്തി. മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ജനാസ നിസ്കരിച്ചത് എവിടുന്ന് അറിയങ്ങൾ? ആ സഹോദരിയുടെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രം ഒന്നും നടക്കൂല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ സഹായവും സ്നേഹവും ഇല്ലാതെ. ഞാൻ പറഞ്ഞു വന്നല്ലോ, അവരാ പുതിയ വീട്ടിൽ താമസിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ വീട് മാറാൻ വേണ്ടി പല ഡേറ്റുകൾ നിശ്ചയിച്ചെങ്കിലും ആ ഡേറ്റുകളൊക്കെ മാറി. അവസാനം അവർ ഹോസ്പിറ്റലിലെത്തി മരിച്ചു. അപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചു, എന്നാൽ എന്ത് ചെയ്യുക, അവരാഗ്രഹമല്ലേ ആ ജനാസ ആ വീട്ടിൽ നിന്ന് ഇറക്കാമെന്ന്. അങ്ങനെ ആ പുതിയ വീട്ടിൽ നിന്നാണ് ടൈലിൻ്റെ പൊട്ടുകൾ കിടക്കുന്ന, പണി തീർന്ന് പൂർത്തിയാകാത്ത, വൃത്തിയാക്കി പൂർത്തിയാക്കപ്പെടാത്ത വീട്ടിൽ നിന്നാണ് ആ ജനാസ ഇറക്കുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അതേപോലെ നടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? നടക്കണില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, എന്തിനും നമുക്ക് അള്ളാഹിൻ്റെ ഒരു തൗഫീക്ക് വേണം. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും ഉറപ്പ് വരുത്തേണ്ട ആദ്യത്തെ കാര്യം, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും. കാരണം അവൻ്റെ ഒരു തൗഫീക്കും അവൻ്റെ ഒരു റഹ്മത്തും എനിക്ക് കിട്ടാവുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ ജീവിതം എന്ന് ഉറപ്പ് വരുത്തലാണ് നമ്മളൊക്കെ ആദ്യം ചെയ്യേണ്ടത്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എവിടെയെങ്കിലും പിഴച്ചോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മൾ ആലോചിക്കണം. തെറ്റുകളെ കൊണ്ട് പാപങ്ങളെ കൊണ്ടുമാണ് എല്ലാം വരുന്നതെന്നല്ല. പ്രവാചകന്മാർക്കും മഹത്തുക്കൾക്കും ഒക്കെ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സുഹൃത്തുക്കളെ, നമ്മുടെ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെങ്കിൽ യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുട്ടിയായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, അള്ളാഹ് നിന്നെ കാക്കും. അള്ളാഹ് നമ്മളെ കാക്കുമെങ്കിൽ, അള്ളാഹു നമ്മുടെ ജീവിതത്തെ കാക്കുമെങ്കിൽ, കുടുംബത്തെ കാക്കുമെങ്കിൽ, നമ്മുടെ കച്ചവടത്തെ കാക്കുമെങ്കിൽ, സുഹൃത്തുക്കൾ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. അതിനാദ്യം വേണ്ടത് പാപവിമുക്തമായ ഒരു ജീവിതം. ഇന്നത്തെ ഒരു പുതിയ സാഹചര്യം പറയാം, എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണ് ഇന്നത്തെ അവസ്ഥയുള്ളത്. മുമ്പത്തെ പോലെയല്ല, എല്ലാവർക്കും തെറ്റുകൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട് എന്നതാണ് വസ്തുത. ഒരിക്കലും ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ പോലും പലപ്പോഴും തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ പാപം വിമുക്തമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ വഅസ്സിറൂ ഖൗലക്കും അബ്ജഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, മറഞ്ഞ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. അവിടെയാണ് നമ്മൾ അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധം കൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഭാര്യ അറിയുന്നതുകൊണ്ടല്ല, ഭർത്താവ് അറിയുമെന്നതുകൊണ്ടല്ല, നാട്ടിലെൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുമെന്നത് കൊണ്ടല്ല, അത് മക്കൾ അറിഞ്ഞാൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ആ പേടി മനസ്സിലുണ്ടായാൽ അള്ളാഹു പാപങ്ങളെ പുറത്തു കൊടുക്കും, വലിയ പ്രതിഫലം കൊടുക്കും. അടുത്ത വചനത്തിൽ എന്താണ്? വഅസ്സിറൂ ഖൗലക്കും അബ്ജഹറൂ ബിഹി, നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും, ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയും. വനഹ്നു നഅലമു ബിമാ യുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനസ്സിലുണ്ടാകുന്ന മന്ത്രങ്ങളെ, മനസ്സിൻ്റെ വിചാരങ്ങളെ, ചിന്തകളെ അള്ളാഹു അറിയും. ഈ ബോധമാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി വരുന്നത് നമ്മുടെ തെറ്റുകളാണ്. ആ തെറ്റുകൾ പരിഹരിക്കുന്നതോടുകൂടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. പാപങ്ങൾക്കുള്ള പ്രശ്നം തരങ്ങൾ, ഒരാൾ ഏകദേശം ഒരു 10, 55, 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ യാദൃശ്ചികമായി ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ വീട്ടിൽ കയറി വന്നു. അപ്പോൾ അതൊരു അസമയത്തായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സമയമൊക്കെ വെച്ച് ഞാൻ അദ്ദേഹത്തോട് അന്ന് തന്നെ തിരിച്ച് പറഞ്ഞേക്കാതെ അദ്ദേഹത്തിന് സംസാരിച്ചു. അപ്പോൾ സത്യത്തിൽ അയാളോട് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ, അയാൾ ചെയ്ത തെറ്റുകൾ മുഴുവനും അയാളെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ ചെയ്ത ഒരു തെറ്റും എന്നോട് പറഞ്ഞിട്ടില്ല.
ഒരു തെറ്റും അയാൾ കണക്കില്ലാത്ത തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിൽ ചെയ്തു പോയി എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പക്ഷെ ആ തെറ്റുകൾ അയാളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് കാണുന്ന ഒരു ഭീതി ഒരു വന്യമൃഗത്തെ കണ്ട ഭീതിയല്ല സുഹൃത്തുക്കളെ, ഒരു മരണത്തെ കാണുന്ന ഭീതിയല്ല. അത്ര പേടിയോടുകൂടെയാണ് അയാളെ തെറ്റുകളെക്കുറിച്ച് ഓർക്കണം. സമാധാനമില്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നാണ് അയാൾ വീട്. എന്താ തെറ്റുകൾ നമുക്ക് സമാധാനം തരാത്തത്? നമുക്കറിയാം ഒരു നരകമുണ്ടെന്ന്. അതറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റൂല. ചിലപ്പോൾ മനസ്സിൻ്റെ നില തെറ്റിപ്പോകും. വലനുദീഖന്നഹും അദാബൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു തരും നമ്മൾ മടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ബോധ്യമുണ്ട് സുഹൃത്തുക്കളെ, നരകമുണ്ട്, നമുക്ക് ബോധ്യമുണ്ട് ഖബറുണ്ട്, അതിൽ ശിക്ഷയുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? പക്ഷെ ഇതൊന്നും വിശ്വാസമില്ലാത്തവൻ ചിലപ്പോൾ കൂളായി ചെയ്തു എന്ന് വരാം. ഇതൊക്കെ മനസ്സിലുള്ളവർ എത്രമാത്രം ബോധ്യമുണ്ടോ അത്രമാത്രം നമ്മളെ അസ്വസ്ഥമാക്കും നമ്മുടെ പാപങ്ങൾ. മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു പ്രയാസമാണ്. ഇപ്പോൾ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പള്ളിയിൽ യാദൃച്ഛികമായി വന്ന ഒരാൾ ജുമാ ഖുത്ബ കേട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മാനസാന്തരം വന്നു. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹം നിസ്കാരം തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം കണ്ടപ്പോൾ ഇന്ന് സ്ഥിരമായിട്ട് അദ്ദേഹം പള്ളിയിലുണ്ടാവും. അപ്പോൾ കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താണ് തല കുടഞ്ഞ് അയാൾ ഭയങ്കര കരച്ചിലുണ്ട്. ചെയ്യാത്ത തെറ്റുകളില്ല, പുറത്ത് തെരുവിലെ പടച്ചോൻ. എന്താണ് ആ നിഷ്കളങ്കമായ ചോദ്യം? ചെയ്യാത്ത തെറ്റുകളില്ല, പുറത്ത് തരില്ലേ പടച്ചവൻ എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ചു നിങ്ങൾ, എന്താണ് ആ മനസ്സിൻ്റെ ഒരു വേദന? സുഹൃത്തുക്കളെ, തെറ്റുകളില്ലാതെ ജീവിച്ചു നോക്കൂ. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് മനസ്സമാധാനം കിട്ടും, മനസ്സന്തോഷം കിട്ടും. പാപങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ തെറ്റുകളാണ് നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ എത്ര അപേക്ഷകളാണ് സക്കാത്തിന് വന്നു കിടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ്. നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത എഴുത്ത് ഏതാണ് സുഹൃത്തുക്കളെ? ലോൺ എടുത്തോൻ്റെതാണ്, പലിശക്ക് വാങ്ങിയോണ്ടതാണ്. നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടാൻ ഇറങ്ങി തിരിച്ചാൽ അവർക്ക് പോലും വീട്ടാൻ കഴിയൂല. 50 ലക്ഷം ലോൺ എടുത്ത ഒരാളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെട്ടത്. 50 ലക്ഷം. ഞാൻ അയാളുടെ ധൈര്യം മനസ്സിലാക്കി. 50 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു, മാസത്തിൽ എത്ര അടക്കണം? 60,000 അടക്കണം എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ മേലെന്ന് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വേണ്ടേ നമുക്ക്? നമ്മൾ കണക്ക് കൂട്ടുന്നതൊക്കെ നമുക്ക് ചെയ്യാനാകുമോ? അള്ളാഹ് അനുഗ്രഹിക്കുക. ഹറാമുകൾ ചെയ്യുന്ന ഒരാളെ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെടും സുഹൃത്തുക്കളെ. നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ സ്വകാര്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിരാകരിക്കണം. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങൾ വൻ ദോഷങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ചെറുതൊക്കെ ഞാൻ പുറത്തു തരാം, എന്നിട്ട് മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാം എന്നൊക്കെ അള്ളാഹു നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ ഭീകരമായി നമ്മുടെ മുന്നിൽ വരും. എപ്പോൾ ഒരു അസുഖം വരുമ്പോൾ തെറ്റ് ചെയ്യുന്നവൻ്റെ മാനസിക നിലയും പ്രഷറൊക്കെ വർദ്ധിക്കും. എന്താ അറിയൂ? അതുകൊണ്ടാണോ പടച്ചോൻ എന്നെ പരീക്ഷിക്കുന്നത്? ഇനി മരണം വരുമ്പോഴോ, മരണത്തിൻ്റെ മുന്നിൽ കിടക്കുമ്പോഴോ സുഹൃത്തുക്കളെ, ജീവിതം മുഴുവൻ ഒരു ഫ്ലാഷ് ബാക്കായി നമ്മുടെ മനസ്സിലേക്ക് വരും. ചെയ്തു പോയത് മറക്കൂട്ട മനുഷ്യൻ. നല്ല കാര്യങ്ങൾ ചെയ്തതൊക്കെ മറക്കും, തെറ്റൊന്നും മറക്കൂല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെറുപ്പത്തിൽ സംഭവിച്ചു പോയ വല്ല തെറ്റിൻ്റെ രംഗങ്ങളുണ്ടോ? അതൊക്കെ ശരിക്കും മുന്നിൽ കാണുന്ന ചിത്രങ്ങളെപ്പോലെ മനസ്സിലുണ്ടാകും. നല്ലതൊക്കെ നമ്മൾ മറന്നുപോകും, പക്ഷെ തെറ്റുകളെ മറക്കൂല. ഈ തെറ്റുകളെല്ലാം ഒന്നൊന്നായി മരണത്തിൻ്റെ മുന്നിൽ മനസ്സിൽ വന്നു നിന്നാൽ നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റുമോ? അപ്പോൾ തെറ്റുകളിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അപ്പോൾ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. അള്ളാഹനെ സൂക്ഷിക്കുക. എന്താ? തെറ്റുകൾ ഉപേക്ഷിക്കുക, നല്ലത് ചെയ്യുക. അവൻ എവിടെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു എക്സിറ്റ്, പുറത്ത് കിടക്കാനൊരു വഴി അള്ളാഹു കാണിച്ചു തരും. അപ്പോൾ സുഹൃത്തുക്കളെ, തഖ്വയോടെ, ഈമാനോടെ, വിശ്വാസത്തോടെ നമ്മൾ ശരിയായ ജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഉറപ്പുവരുത്തിയാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്താണ്, നമുക്ക് പരിഹാരമുണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്താണ്, ആ അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കുവാനും സാധിക്കണം. അങ്ങനെ പാപങ്ങളില്ലാതിരുന്നാൽ അള്ളാഹ് നമുക്ക് അനുഗ്രഹം തരും. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ
വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി, നിങ്ങൾക്ക് മഴ കിട്ടും, നിങ്ങൾക്ക് സമൃദ്ധമായ കൃഷി ഉണ്ടാകും, മക്കളിലും സമ്പത്തിലുമൊക്കെ വർധനവുണ്ടാകും, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നത്. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി തെറ്റുകളിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും പുതിയൊരു അവസ്ഥ വരും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരും. ആ നല്ല മാറ്റത്തിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രശ്നപരിഹാരങ്ങൾക്ക് പാപരഹിതമായൊരു ജീവിതമാണ്. എത്ര തന്നെ പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ മനുഷ്യന്മാരാവുന്നുണ്ട്, ചിലതൊക്കെ ബാക്കി നിൽക്കും. അതിനെ കൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിസ്കാരത്തിന് വേണ്ടി നിർത്തുകയാണ്. നിസ്കാരം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളും വരാൻ വേണ്ടി ശ്രദ്ധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണണം എന്നാണ് ഇതുവരെ പറഞ്ഞു വന്ന്. ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദീനിലൂടെ നമുക്കതെങ്ങനെ പരിഹരിച്ച് പോകാം എന്നതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചു വന്നത്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖും റഹ്മത്തും എല്ലാം നേടി നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെയും ഒരു മതപരമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുക എന്നതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഒരു വിവാഹാന്വേഷണം എന്ന് പറഞ്ഞാൽ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു വിവാഹാന്വേഷണം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കാൻ വളരെയധികം പ്രയാസപ്പെടും. കാരണം ഇതെന്തായിരിക്കും, ഒരു കുട്ടിൻ്റെ ഭാവിയാണ്, ഒരു കുട്ടിയുടെ ജീവിതമാണ്, ഞാൻ അങ്ങനെ തീരുമാനിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് നമ്മളെല്ലാവരും അതിന് മാത്രം അന്വേഷിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷെ അവിടെ നോക്കുന്ന നമുക്കൊരു ദീനി നിർദ്ദേശമുണ്ട്. ഏറ്റവും ഒന്നാമതായി നമ്മൾ ഏതാ പരിഗണിക്കുക? ഫൽഫർ ബിദാത്തി ദീൻ, ദീനുണ്ടോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. തിരിച്ചും ഇൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും സ്വഭാവവും നല്ലതാണെങ്കിൽ അങ്ങനത്തെ ഒരാൾ വന്ന് അന്വേഷിച്ചാൽ, രണ്ട് നിലക്ക് പറഞ്ഞപ്പോഴും ഒരു ഇണയെ കണ്ടെത്തുമ്പോഴും നമ്മുടെ മകൾക്കൊരു ഭർത്താവിനെ കണ്ടെത്തുമ്പോഴും അവിടെ ദീനിനാണ് മുൻഗണന. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്കെല്ലാവർക്കും ആലോചിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്ന നമ്മുടെ മക്കളെ കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ദുഃഖവും എന്ന് പറയുന്നത് മക്കളാണ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ മക്കളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഈ മക്കളുടെ കാര്യം വരുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാര്യമാരാണ്, കുട്ടികളുടെ ഉമ്മമാരാണ്. അവർക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഇണ ആ കാര്യത്തിൽ അത്ര ശ്രദ്ധയും താല്പര്യവും ഇല്ലാത്ത, ദീനിയായ ഒരു നിഷ്ഠയില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വലിയ പ്രതിസന്ധി ആ കുട്ടികളെ വളർത്തുന്ന സ്ഥലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ ആ കണിശതയും ചിട്ടയും അറിവുമുള്ള ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. ആ കൈകളിൽ ആ കുട്ടികൾ സുരക്ഷിതമാണ്. ഇപ്പോൾ ദീനിൻ്റെ പശ്ചാത്തലത്തിലും ദീനിൻ്റെ രൂപത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും വന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത്. കാരണം കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സഹിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയുധമായി സ്വീകരിച്ച് എല്ലാം സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹോദരിമാർ, ഭാര്യമാർ, ഇണകൾ, അവരുടെ ജീവിതം തന്നെ സഹനമാണ്, ക്ഷമയാണ്. എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും മുന്നോട്ട് പോവുക. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എല്ലാം ഞാൻ സഹിച്ചു കൊള്ളാമെന്നാണ്. സഹോദരിമാർ പലപ്പോഴും ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും കുടുംബത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയാൻ അവസരം കിട്ടുമ്പോൾ അവരൊക്കെ പറയാറുള്ളത്, അവർ ജീവിതത്തിൽ ഇങ്ങനെയൊരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹിച്ച ക്ഷമയെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയാണ് അവരെപ്പോഴും സാധാരണഗതിയിൽ പറയാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്,
സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സഹനത്തിനും ക്ഷമക്കൊക്കെ ഒരു അതിരുണ്ട്. അതിൻ്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു പക്ഷേ ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നുന്ന നിരാശയിലേക്കും പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും അതെത്തും. അതുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മളാകെ തകർന്നു പോകും, മാനസികമായി തകർന്നു പോകും. അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആദ്യം വേണ്ടത് ഒരു കാഴ്ചപ്പാട്. എന്താ കാഴ്ചപ്പാട്? അവരെ ദീനിയായിട്ട് വളർത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ പറയുമെങ്കിലും നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾക്കും അവരുടെ സുരക്ഷയ്ക്കുമാണ്. ഞാൻ പറഞ്ഞ എത്ര തന്നെ നിങ്ങൾ മക്കളെ ഉയർന്ന ഉദ്യോഗമുള്ളവരും വരുമാനമുള്ളവരും സ്ഥാനമാനമുള്ളവരും ഒക്കെ ആക്കിയാലും അവർക്ക് ദീനില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിലനിന്ന് പോകാൻ പറ്റില്ല എന്നാണ്. ഡോക്ടർമാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്, അവർക്കൊരു മകൾ ഡോക്ടറായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളാണ് അല്ലേ. അപ്പോൾ മക്കളെ ഡോക്ടറാക്കണം, ഞങ്ങളൊക്കെ ഡോക്ടറല്ലേ എന്ന് വിചാരിച്ച് മറ്റൊരു സംസ്ഥാനത്തിൽ എന്താണ് വളരെ വലിയ സംഖ്യ ഡൊണേഷനൊക്കെ കൊടുത്തിട്ടാണ് MBBS ചേർത്തത്. പക്ഷേ മുന്നോട്ട് പോയി ഏകദേശം അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ ഇടയുള്ള സമയത്ത് അവൾ മുമ്പ് +2 നേരത്തെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള കൂടെ പഠിച്ച ഒരുത്തനുമായിട്ട് അവൾ ചാറ്റിങ് തുടങ്ങി. മുമ്പെന്നോ മറന്നുപോയ ഒരു സുഹൃബന്ധമാണ്. പക്ഷേ ആ ചാറ്റിങ് മുന്നോട്ട് പോയി. അപ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര അഭിമാനത്തോടുകൂടെ മകളൊരു ഡോക്ടറാണ്, MBBS എന്നൊരു ബോർഡ് വെക്കാൻ സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ട് വന്ന മോളിപ്പോൾ എന്താണ്? ഒന്നുമില്ലാത്ത, അതായത് വിദ്യാഭ്യാസപരമായോ മതപരമായിട്ടോ ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കണമെന്നാണ് അവളുടെ നിർബന്ധം. അവൾക്ക് കോഴ്സ് പ്രശ്നമല്ല, അവളുടെ MBBS പ്രശ്നമല്ല, അവൾക്ക് ആ വിവാഹം നടക്കണം. ഏതെങ്കിലും നിലക്കൊരു യോജിപ്പ് ആ പെൺകുട്ടിയും ഇവനുമായിട്ട് കാണുന്നില്ല. പക്ഷേ അവളെ വിദ്യാഭ്യാസമോ അവളുടെ വിവരമോ അല്ലെങ്കിൽ അവളുടെ MBBS ഒന്നും മാറി ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, വളർത്തുമ്പോൾ എന്താ വേണ്ടത്? റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, എനിക്കൊരു നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ തരണം എന്നാണ്. ഏത് ഒരു കുട്ടിയെ ചോദിക്കുന്നത് തന്നെ സ്വാലിഹായ ഒരു സന്താനത്തെ തരണമെന്ന്. വഹബ്ലി മിൻ ലദുൻക വലിയ, എനിക്കൊരു അനന്തരാവകാശിയെ തരണം. ആ അനന്തരാവകാശിൻ്റെ യോഗ്യത എന്താണ്? വജഅൽഹു റബ്ബി റളിയ, റബ്ബിൻ്റെ തൃപ്തി കിട്ടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അവനെ എല്ലാവരും തൃപ്തിപ്പെടുന്ന ഒരു നല്ല മോനെ എനിക്ക് തരണേ എന്നാണ്. സുഹൃത്തുക്കളെ, ദീനിയായി മതപരമായി നല്ല ബോധമുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതെങ്ങനെ സാധ്യമാകും? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം കുടുംബ സമ്മേളനങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെ നമുക്ക് മക്കളെ വളർത്താൻ പറ്റും? നമുക്ക് വാശി പിടിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും നമുക്ക് മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. വാപ്പനെക്കുറിച്ച് ചോദിപ്പോൾ ഇങ്ങനെ വാപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാറില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കും, പെൺകുട്ടികളാണെങ്കിൽ പൊതുവേ വാപ്പനോടൊരു ഭയങ്കര സ്നേഹവും ബന്ധമൊക്കെയാണ് കാണുക. അപ്പോൾ എന്താ മോള് വാപ്പൻ്റെ അടുത്തേക്ക് പോവാത്തത് എന്താണ്? അപ്പോൾ അവളെന്താ പറഞ്ഞത്? ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ജ്യേഷ്ഠനെ വാപ്പ തല്ലുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഏത് വടിയെടുത്തിട്ട് ജ്യേഷ്ഠനെ തല്ലുന്നത് കണ്ടു. അപ്പോൾ ആ അടി മനസ്സിൽ പതിഞ്ഞപ്പോൾ വാപ്പയൊരു ഭീതിയായി, ഒരു ഭയമായി. പിന്നെ സ്നേഹവാത്സല്യത്തോടെ വാപ്പൻ്റെ മടിയിലേക്ക് അവൾ കയറിയിരുന്നിട്ടില്ല. വാപ്പൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ച് വാപ്പക്കൊരു ഉമ്മ കൊടുത്തിട്ടില്ല. വാപ്പനോട് വേദനകൾ പറഞ്ഞിട്ടില്ല, വിഷമങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് അവൾക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മല്ലെന്നാ ഉമ്മനോട് എല്ലാ സങ്കടവും നീ പറയില്ലേ എന്നാണ്. അപ്പം ഉമ്മനോട് അവൾ പറയാറില്ല. അപ്പം എന്താ ഉമ്മനോട് പറയാത്തത്? ഉമ്മനോട് പറയാത്തൊരു കാരണം ഉണ്ടത്. ഉമ്മക്ക് ഭയങ്കര ബേജാറാണ്, ഞാൻ വഴിതെറ്റി പോകുമെന്ന്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? ഉമ്മനോട് ഞാൻ സ്കൂളിലൊക്കെ വന്നിട്ടുള്ള എല്ലാ വർത്തമാനങ്ങളും ഉമ്മയോട് പറയും. അപ്പോൾ ഞാൻ പറയുന്നില്ല, ചെറിയ ചെറിയ പോയിന്റുകൾ എടുത്തിട്ട് ഉമ്മ പറയും, അത് പിന്നെ എനിക്കെതിരെ തെളിവാക്കും. അത് വെച്ച് ഉമ്മ എന്നെ താക്കീത് ചെയ്യും, ഭീഷണിപ്പെടുത്തും. അപ്പോൾ എനിക്ക് ഉമ്മനോട് പറയാൻ പറ്റും. പറയണമെങ്കിൽ തുറന്ന് പറയണ്ടേ? തുറന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉമ്മ ഓരോ കേസ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഉമ്മനോട് അങ്ങനെ സംസാരിക്കില്ല. ഉമ്മനോട് വർത്തമാനം പറയാത്ത, വാപ്പനോട് സംസാരിക്കാത്ത ആ മോള് പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. സഹോദരങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കപ്പെടണം. അതാണ് നിങ്ങൾ മക്കളെ വളർത്തുന്നതിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കളുമായി ഒരു ബന്ധം വേണം. ലോകത്ത് അവർ ഏറ്റവും നന്നായി ഇടപഴകുന്നത് നമ്മളോടാവണം. അവിടെ ഏറ്റവും വലിയ കൂട്ടുകാർ നമ്മളാവണം. അവിടെ എല്ലാ സങ്കടങ്ങളും പറയാൻ നമ്മളുണ്ടാവണം. മനുഷ്യനല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ അവിടെ വേദനകൾ പറയാൻ ഒരാൾ വേണം. ആരോട് പറയും?
മക്കൾക്ക് വേദന പറയാൻ, അവർ വിവാഹ നാൾ വരെ അവർക്ക് വേദന പറയാനുള്ളവരാണ് നിങ്ങൾ. നിങ്ങളോട് വേദന പറയാൻ മക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ തകർന്നു പോകും. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അവർക്ക് ഉള്ളു തുറന്ന് പറയാൻ, സ്നേഹത്തോടെ വിളിക്കാൻ, അവർക്ക് വിഷമങ്ങൾ വരുമ്പോൾ വന്ന് ചേരാൻ സ്നേഹനിധികളായ മാതാപിതാക്കൾ വേണം. അപ്പോൾ നമ്മൾ ചോദിക്കും, അവർ നമ്മളങ്ങനെ അടുത്ത് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പേടി ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞ് കേൾക്കൂല. അങ്ങനെയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. സ്നേഹത്തിലുമില്ലേ, ഉമ്മ തെറ്റിയാൽ അതിനേക്കാളും വലിയ വേദനയാണോ ഒരടിയുടെ വേദന? ഉമ്മയൊന്ന് പിണങ്ങിയാൽ അതിനേക്കാളും വലിയ വേദനയാണ്. ഒന്ന് തെറ്റി നോക്കും നിങ്ങൾ. 1.5 വയസ്സായ 2 വയസ്സായ കുട്ടിയോടൊന്ന് പിണങ്ങി നോക്കൂ നിങ്ങൾ. ഉമ്മയാണെങ്കിൽ ആ പിണക്കം ആ കുട്ടിയുടെ മുഖത്ത് വരുത്തുന്നൊരു വിഷാദം, ദുഃഖം, വിഷമം എത്രയാണ്. നമ്മളൊന്ന് കണ്ണ് ചിമ്മിക്കിടന്നാൽ, മരിച്ച പോലെ കണ്ണ് ചിമ്മിക്കിടന്നാൽ ആ കണ്ണുകളെ മാന്തിപ്പൊളിക്കും, കരയും, നിലവിളിക്കും. അഭിനയങ്ങൾ പോലും ഉൾക്കൊള്ളാൻ ആ പിഞ്ചു മനസ്സുകൾക്ക് പറ്റില്ല. സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ അവരെ മാറ്റേണ്ടത്. നിങ്ങളൊന്ന് പിണങ്ങുമെന്ന് തോന്നിയാൽ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കും. അതിനാദ്യം നമ്മൾ സ്നേഹം നൽകി അവരോടൊപ്പം ഉണ്ടാകണം. പക്ഷേ ആ സ്നേഹം ഇന്ന് അന്യമാണ്. എന്തുകൊണ്ട് അന്യമായി സുഹൃത്തുക്കളെ? ഒരു ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സുഹൃത്തുക്കളെ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. ഒരു ഉമ്മ എത്ര വലിയ വേദനയാണ്, പ്രയാസത്തിന് മേൽ പ്രയാസമാണ് സഹിക്കുന്നത്. കൂടെ പറഞ്ഞത് വഫിസാലുഹു ഫീ ആമൈൻ. മുലകുടി നിർത്തുന്നത് എപ്പോഴാണ്? 2 വർഷം പൂർത്തിയാകുമ്പോഴാണ്. 2 കൊല്ലം മുല കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, കൂടെ ഉണ്ടാവണം ഉമ്മ. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇന്ന് ഉമ്മമാർക്ക് കൂടെ നിൽക്കാൻ സമയമില്ല. അവിടെയാണ് മക്കൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. ആ സ്നേഹം നിർമ്മിക്കപ്പെടുന്നതുണ്ടല്ലോ, സ്നേഹം നിർമ്മിക്കപ്പെടുന്നൊരു കാലം, അതാണ് ആ മുലകുടിയുടെ പ്രായം. ഉമ്മ കൂടെ ഉണ്ടാവണം. ഇന്ന് എത്ര വീടുകളിൽ 1.5 വയസ്സും 2 വയസ്സുമായ കുട്ടികൾ ഉമ്മയെ കാത്ത് കോലായിലിരിക്കുന്നുണ്ട്. 4 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന, പഠനം കഴിഞ്ഞ് വരുന്ന ഉമ്മയെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മമാർ പഠിക്കാൻ പോകേണ്ടെന്നോ ജോലി ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ കുട്ടിക്ക് കിട്ടേണ്ട ഒരു അവകാശമുണ്ട്. എന്താണ് ആ അവകാശം? ഉമ്മയെ പരിചയപ്പെടുത്തുന്നത് തന്നെ. ജീവിതകാലം മുഴുവൻ, വാർദ്ധക്യത്തിന് ദശാസന്ധയിൽ പോലും കൂടെ നിൽക്കുന്ന മകനും മകളും നമ്മളോടൊപ്പം നിൽക്കുന്നതിൻ്റെ വികാരമാണ് അല്ലാഹു പറഞ്ഞത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷം മുലകുടി, ആ ഗർഭകാലഘട്ടം, 30 മാസത്തെ കാലഘട്ടം ആ കുട്ടിക്ക് വേണ്ടിയാണ് ഉമ്മ. 30 മാസം ആ കുഞ്ഞിന് വേണ്ടിയാണ് സുഹൃത്തുക്കളെ. 6 മാസം ഗർഭകാലഘട്ടത്തിൻ്റെ മിനിമം കൂട്ടിക്കോളിയും. ബാക്കി 24 മാസം 2 വർഷത്തെ സമ്പൂർണമായ മുലകുടി. ഇത് ആ കുട്ടിയുടെ കൂടെ വേണം. ആ കൂടെ ഉണ്ടാകുന്നൊരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ ആ ഉമ്മയോടൊപ്പം ആ കുട്ടി ഉണ്ടാകും. ആ ഉമ്മൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് പോകും. നാം നമ്മുടെ മക്കളോട് കാണിക്കുന്ന ഹൃദയബന്ധം അതുണ്ടാക്കാൻ സമയം വേണം. വാപ്പയ്ക്ക് എന്താ പണിയെന്നാക്കാൻ ചോദിക്കാം, എല്ലാം ഉമ്മ നോക്കിക്കോളുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരിക്കലും നിങ്ങളാവരുത്. എല്ലാ കുട്ടികളെയും ഉമ്മക്കെറിഞ്ഞു കൊടുത്ത് ഇറങ്ങിപ്പോകേണ്ടവരല്ല വാപ്പ. നമുക്ക് ശരിയായ മാർഗദർശനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൽ നൽകേണ്ടത് പിതാവ് തന്നെയാണ്. ഉമ്മയ്ക്കതിന് പരിമിതികളുണ്ട്. സൂറത്ത് ലുക്മാൻ എന്താണ് സുഹൃത്തുക്കളെ? ലുക്മാൻ ഒരു പ്രവാചകനായി പറയപ്പെടുന്നില്ല, ഒരു മഹാനായ വ്യക്തി, ഒരു സാലിഹായ മനുഷ്യൻ. അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മകന് ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഉപദേശങ്ങൾ എത്രമാത്രം ജീവിത സ്പർശിയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ ഈ ഉപദേശങ്ങൾ പതിഞ്ഞാൽ അവൻ എവിടെയും പിടിച്ചു നിൽക്കും, ഒരു സംശയമില്ല. അങ്ങനത്തെ ചില ബോധങ്ങളും അറിവുകളും അവർക്ക് നൽകണം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനോട് ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് ഓരോ കാര്യം, നിനക്ക് പ്രേമുണ്ടോ എന്ന് ചോദിച്ചു. സ്കൂൾ പ്രേമല്ല. അപ്പം എന്താ, എല്ലാ കുട്ടികൾക്കും പ്രേമുണ്ടല്ലോ, നിനക്കെന്താ പ്രേമമില്ലാത്തതെന്നാണ്. അപ്പോൾ അവൾ അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എന്നോട് അങ്ങനെ വന്നവരെയൊന്നും ഞാൻ അവരോടൊന്നും പിന്നെ ഒരു ബന്ധത്തിന് ഞാൻ പോവാറില്ല എന്ന്. അതെൻ്റെ സുഹൃത്തുക്കളെ, അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തൊരറിവാണത്. ഉമ്മ കൊടുത്തൊരറിവ് അവളുടെ ജീവിതത്തിൽ അങ്ങനെ വരുമെന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തു. നിങ്ങളൊന്ന് വെറുതെ വിളിച്ചു നോക്കൂ, പ്രേമത്തിൽ കുടുങ്ങി വീട് വിട്ടിറങ്ങിയ 100 കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലില്ലേ? ഒരു പെൺകുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിക്കൂ, ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു? ആരും പറഞ്ഞു തന്നിട്ടില്ല. ആരും അവളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല.
ഉറപ്പാണ് ആൺ പെൺ ബന്ധങ്ങളിൽ ഒരു അകലവും പാലിക്കാത്ത ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ എത്തുന്നുണ്ടോ, അവിടെ ആൺകുട്ടികൾ അവിടെ പിറകെ വരും. അവൾക്ക് ആൺകുട്ടികളായ ഫ്രണ്ട്സ് വരും, അവളോട് പ്രേമാഭ്യർത്ഥന നടത്തും, അവളെ നമ്പർ വാങ്ങും, മെസ്സേജ് അയക്കും. ഇല്ലെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരാവശ്യം വന്നാൽ, ഒരു ഹായ് വന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങളുടെ മകൾക്ക് അറിയില്ലെങ്കിൽ ഉറപ്പ് അവൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഞാൻ വെറുതെ പറയണതല്ലതൊന്നും. പഠിപ്പിച്ചു കൊടുക്കാത്തൊരു കുട്ടിക്ക് എന്ത് വിവരമുണ്ടാവും സുഹൃത്തുക്കളെ? അഖ്റജക്കും മിൻ ബുത്തൂനി വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല സുഹൃത്തുക്കളെ. എന്തെങ്കിലും നമുക്കറിയുമെങ്കിൽ അത് നമ്മൾ പഠിച്ചെടുത്തതാണ്, നമ്മൾ അറിഞ്ഞെടുത്തതാണ്, ആരോ പറഞ്ഞു തന്നതാണ്, ഇവിടെ നിന്നോ കേട്ടതാണ്, ആരോ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പുതിയ കാലത്തിൽ അത് പഠിപ്പിക്കണം. നിങ്ങളുടെ പെൺകുട്ടികളെ എപ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക? അവർക്കൊരു പ്രേമുണ്ടായാലും നഷ്ടപ്പെട്ടു പോവുക. കാരണം പ്രേമം എന്നത് എല്ലാറ്റിനും അപ്പുറത്താണ്. ഒരു പുരുഷനോടൊരു സ്ത്രീക്ക് തോന്നുന്ന സ്നേഹം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ കയറിയാൽ സുഹൃത്തുക്കളെ അതുമാത്രമേ പിന്നെയുള്ളൂ. അതെല്ലാറ്റിനും മുകളിലുള്ളൊരു അഡിക്ഷനാണ്. അതിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ബാക്കിയെല്ലാം. അപ്പോൾ അവൾ പറയും എനിക്ക് പഠിക്കേണ്ടതാണ്. ഡിഗ്രിക്ക് പ്രേമമുണ്ടായിട്ട് കോളേജിൽ നിന്ന് ഇനി പോകണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയ ഒരു പെൺകുട്ടിയെ, അവൾ ഡിഗ്രിക്കാരത്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പഠിക്കാൻ പോകണ്ട മോളെ? പഠിക്കാൻ പോകണ്ടെന്നാണ്. പഠിക്കാൻ പോകണ്ടെന്ന് ഇന്നത്തെ പെൺകുട്ടികൾ പറയും. എന്തേ പഠിക്കാൻ പോകണമെന്ന്? പഠിക്കാൻ പോകേണ്ട കാര്യമില്ല, എനിക്കെൻ്റെ വിവാഹം നടന്നാൽ മതി എന്നാണ്. എനിക്ക് വേറൊന്നും വേണം ജീവിതത്തിൽ, മറ്റൊന്നും അവൾക്ക് ആവശ്യമില്ല. അപ്പം ഉമ്മൻ്റെ സങ്കടം നോക്കും മോളേന്ന്. ഉമ്മക്ക് എന്ത് വിഷമമുണ്ട്, അതുകൊണ്ടല്ലേ ഉമ്മ അത്രയും ദൂരത്തുനിന്ന് നിന്നെ ഇങ്ങോട്ടേക്ക് കൊടുന്നത്. ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നു? എന്നെ കെട്ടിച്ചാൽ പോരെ? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നു? എനിക്കിഷ്ടപ്പെട്ട ആളെ കൂടെ എന്നെ പറഞ്ഞേക്കാൻ പോകാൻ അനുവദിച്ചുകൂടെ എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ആലോചിക്കണം, നമ്മുടെ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു വിപത്ത് വരും എന്ന് വിചാരിച്ചുകൊണ്ട് മുൻകൂട്ടി മക്കളെ അത് ബോധ്യപ്പെടുത്തി എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല സുഹൃത്തുക്കളെ, ചുറ്റുപാടുകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. ഞാൻ അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ അറിയോ? ഇതിലൊക്കെ കുടുങ്ങി ഇനി ഒരു നിലക്കും പുറത്തടക്കാൻ പറ്റൂല എന്ന് വിചാരിക്കണം, ഇതെന്നെ വേണമെന്ന് വാശി പിടിക്കണം എത്ര പെൺകുട്ടികളാണ് നമ്മളുടെ പ്രോഫ്കോണിൻ്റെയും അതേപോലെ തന്നെ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിൻ്റെയും ഒക്കെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ വന്നിട്ട് ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്ന എത്ര പെൺകുട്ടികളുണ്ട്. പ്രേമം തലക്ക് പിടിച്ച സമയത്ത് പോലും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുമെങ്കിൽ അതിൻ്റെയൊക്കെ മുമ്പൊരു സമയത്ത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ. അല്ലെങ്കിൽ എത്ര വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് നമുക്ക് വരാൻ പോകുന്ന സുഹൃത്തുക്കളെ. വളരെ ട്രാൻസ്പെറൻ്റായ, ഒരു നിലക്കും ഒരു എഴുത്തും കുറിപ്പും പിന്നെ ഒന്നും എഴുതാത്ത ഒരു പാക്കറ്റിൽ ഒരു ചെറിയ പൊടി മനസ്സിലായി ഇൻ്റർവെല്ലിന് വിട്ടപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് പൊട്ടിച്ച് ഒന്ന് ആവിലിട്ട് വെക്ക്, നീ പുതിയൊരു ലോകത്തെത്തുന്നതാണ്, നീ പുതിയൊരു ലോകത്തെത്തും. ഡി അഡിഷൻ സെൻ്ററിൽ ഒരു പയ്യൻ പറഞ്ഞാണ്, നിൻ്റെ മനസ്സിൽ എന്തൊക്കെ വിഷമവും ദുഃഖങ്ങളുണ്ടോ അതൊക്കെ തൽക്കാലം നീ 12 മണിക്കൂറൊക്കെ അറിയില്ല എന്നാണ്. മനസ്സിലായി? എന്താണെന്നറിയില്ല, അവന് എന്താണെന്ന് ഓർമ്മയില്ല. അങ്ങനെ ഒരാൾ കൊടുന്നു തരുമെന്ന് ആരോടും അവൻ പറഞ്ഞിട്ടില്ല. അവൻ +1 പഠിക്കുകയാണ്. അവനത് പൊട്ടിച്ചു, നാവിലിട്ടു. നാവിലിടാൻ പാടില്ലെന്ന് അവനോട് ആരെങ്കിലും പറഞ്ഞോ? ഇന്നേ വരെ അവനെ വിളിച്ച് ആരെങ്കിലും ക്ലാസ് കൊടുത്തോ? ആരെങ്കിലും അവനോട് പ്രസംഗിച്ചോ? ഇല്ല. അപ്പോൾ അവൻ്റെ നാവിൽ അതാദ്യം വന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് സുഹൃത്തുക്കളെ? അമാനത്താണ്. അല്ലാഹ് നമുക്ക് തന്ന അമാനത്താണ് മക്കൾ. അവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഇവിടെ നടക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ ബോധം വേണം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. ഒരു കുട്ടി ജനിക്കുമ്പോൾ നാം ഒരു ജീവൻ്റെ ഉത്തരവാദിയാണ്. നമ്മൾ ഒരു ജീവൻ്റെ ഉത്തരവാദിയാണ് വാപ്പയും ഉമ്മയും. ആ കുട്ടിക്ക് കണ്ണും കാതുമുണ്ട്, അവൻ ഈ സമൂഹത്തിലൂടെ ജീവിക്കാണ്. അവന് പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അവൻ എവിടെയും എത്താം, അവൻ എത്തിപ്പെടാതിരിക്കാൻ അത് വേണം. മോള് പറഞ്ഞു അത്രേ, എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം. പറഞ്ഞു മോളെ അവിടെയൊക്കെ നീ പോയി പഠിച്ചല്ല, ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നീ പോയാൽ എന്തായി പോവുക? ഉമ്മ കരഞ്ഞു പറഞ്ഞു. വീട്ടുപണികൾക്ക് പോയിട്ടാണ് ഉമ്മ മക്കളെ പോറ്റുന്നത്. വാപ്പക്ക് പ്രത്യേകിച്ച് രോഗങ്ങളും അസുഖങ്ങളും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വയ്യ. അവൾ പറഞ്ഞു ഉമ്മ വാപ്പക്ക് ഏതായാലും ഒന്നും കഴിയില്ല, എനിക്കെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ കുടുംബം നന്നായി പോകുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ പോയി പഠിക്കട്ടെ. എവിടുന്ന് പണം കിട്ടും? അതൊക്കെ നിങ്ങൾ എങ്ങനെയും പരിശ്രമിച്ച അമ്മ കിട്ടും. ആ മോൾ ആഗ്രഹത്തിന് വഴങ്ങി കൊടുത്തു. അധിക ദിവസം പഠിച്ചില്ല സുഹൃത്തുക്കളെ, മനസ്സിലായില്ലേ? അവർ കേരളത്തിൽ തന്നെയുള്ളൊരു പ്രധാന നഗരത്തിലെ ലോഡ്ജിൽ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ലഹരി മാഫിയിലെ കണ്ണിയായി അവളിപ്പോഴുമുണ്ട്.
അവളെ വിട്ടുകിട്ടാൻ അവരെല്ലാം ചെയ്തു. നിയമപാലകർ കൈമടത്തു. 19 വയസ്സായ അവളുടെ തീരുമാനമാണ് അവളുടെ തീരുമാനം, നമുക്കൊന്നും പറ്റില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ മരിച്ച ശവങ്ങളെപ്പോലെ ഞങ്ങൾ വീട്ടിൽ ജീവിക്കുന്നു, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം, ഫോണിലുള്ള ചോദ്യം. സുഹൃത്തുക്കളെ, കണ്ണെത്താത്ത ദൂരത്ത്, യാതൊരു നിരീക്ഷണവും നിയന്ത്രണവുമില്ലാത്ത സ്ഥലത്ത് മകളെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചില്ലേ എന്ന് ചോദിച്ചു. പേടിയുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ മക്കളുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് മോളെ നഷ്ടപ്പെട്ടതിനല്ല ഞാൻ കരയുന്നത്. ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്തിലേക്ക് അവൾ എത്താൻ കാരണം എൻ്റെ ഒരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇപ്പോൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം സുഹൃത്തുക്കളെ? ഞാനൊരു തെറ്റായ തീരുമാനമെടുത്തു അവളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ? ബോധ്യപ്പെടുത്തി കൊടുക്കണം, കുട്ടികളുടെ മനസ്സിൽ അത് ബോധ്യപ്പെടണം. അല്ലാണ്ട് ആര് കമ്പനി കൂടിയാലും ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ആ വാക്ക് നോക്ക് നിങ്ങൾ, വളരെ ലോജിക്കായി നല്ല ബുദ്ധിപരമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്യണം. ഞാൻ പറഞ്ഞാൽ നീയാണ് കേൾക്കുന്നല്ല, എന്തിന് കേൾക്കണം എന്നവരെ ബോധ്യപ്പെടുത്തണം. പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നിസ്സാരമായ ഒരു കടുകുമണിയുടെ അത്ര നിസ്സാരമായ ഒരു തെറ്റ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നാൽ നിന്റെ മനസ്സിൽ ഇതുണ്ടാവണം. എന്ത്? നിസ്സാരമായ ഒരു കടുകുമണിയുടെ കഷ്ണത്തെ പാറക്കെട്ടുകൾക്കുള്ളിൽ ആകാശങ്ങളിൽ എവിടെയും ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു അത് കൊണ്ടുവരും. അള്ളാഹുവിനെ കാണാതെ മോനെ ഒരു ബാത്റൂമിലും ഒരു വീടിനുള്ളിലും ഒരിരുട്ടറയിലും ഒരു വിജനപ്രദേശത്തും നിനക്കൊരു അണുമണി തൂക്കം തിന്മ പോലും നിനക്ക് പ്രവർത്തിക്കാനാവില്ല. അത് അള്ളാഹു കണ്ടുപിടിക്കും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ. നിഗൂഢ ജ്ഞാനിയാണ് അള്ളാഹു, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. മോനെ, എന്നും എല്ലാം അറിഞ്ഞ് അള്ളാഹു നിന്റെ കൂടെയുണ്ട്. എല്ലാം അറിഞ്ഞും എല്ലാം കേട്ടും അള്ളാഹു നിന്റെ കൂടെയുണ്ട്. അതൊരു വല്ലാത്ത അറിവല്ലേ സുഹൃത്തുക്കളെ? ഹോസ്റ്റൽ റൂമിൽ 6 പേരാണ്. 6 പേരും ഒന്നിച്ചുള്ള ഒരു ദിവസത്തിൻ്റെ രാത്രിയിൽ വാങ്ങിക്കൊണ്ടുവന്ന് കൂടെ സ്ഥിരമായി മദ്യപിക്കുന്നവൻ മദ്യക്കുപ്പികളുമായി, വിദേശ മദ്യക്കുപ്പികളുമായി റൂമിൽ വന്നു. മനസ്സിലായി? 2 പേര് മാത്രമേ മദ്യപിക്കുന്നവരുള്ളൂ, ബാക്കി 4 പേരും മദ്യം ജീവിതത്തിൽ തൊടാത്തവരാണ്. ആദ്യമായി ആ ക്യാമ്പസിലെത്തിയവരാണ്. മനസ്സിലായില്ലേ? 2 പേരും പൊട്ടിച്ചു കുടിച്ചു. കുടിക്കാൻ കൂടെയുള്ള 4 പേരെ നിർബന്ധിച്ചു. ബാക്കി 3 പേരും ആദ്യമായി മദ്യപിച്ചു. 4-മത്തവൻ എഴുന്നേറ്റു, ഇത് തൊടാൻ പറ്റൂല, ഇത് തൊടില്ലെന്നൊരു വാക്ക് കൊടുത്താണ് ഞാൻ ഈ നാട്ടിലേക്ക് പഠിക്കാൻ വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെൻ്റെ റൂമിൽ നിന്നുള്ള എൻ്റെ യാത്രയായി പരിഗണിക്കണം. അവൻ അവിടെ നിന്ന് ഇറങ്ങി. എന്താ ഇറങ്ങാൻ കാരണം സുഹൃത്തുക്കളെ? ആരുമില്ലാത്ത ഔട്ട് ഓഫ് സ്റ്റേറ്റിൻ്റെ ഹോസ്റ്റൽ റൂമിൽ വെറുതെ കിട്ടിയ മദ്യത്തിൻ്റെ രുചി നോക്കാൻ എന്താണ് അവന് തടസ്സം? അവൻ്റെ മനസ്സിൽ ഒരു പടച്ചവനുണ്ട്, ഒരു പരലോകബോധമുണ്ട്, അവനെ വിശ്വസ്തമായി യാത്രയച്ച സ്നേഹനിധിയായ മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെപ്പാടെ വഞ്ചിച്ചിട്ട് അത് കുടിക്കാൻ ഞാനില്ല, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഞാനില്ല. സുഹൃത്തുക്കളെ, ഈ ബോധങ്ങളെ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ, ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അത് സമയത്തും സന്ദർഭത്തിലും നമ്മൾ കൊടുക്കണം. എല്ലാ അദബുകളും മര്യാദകളും അങ്ങനെയാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നാൽ പോലും ആ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നോക്കി നമ്മൾ ആരെ പറയാറിയോ? ആ വാപ്പാരുമാരും നോക്കി നിൽക്കല്ലേ എന്നാണ്. നമ്മുടെ മുറ്റത്തെ പൂവുകളും ചെടികളും നമ്മുടെ ഫ്ലവർ ബേസിനും എല്ലാം തകർത്ത് എല്ലാം തകർത്ത് കൊണ്ടുപോയിട്ട് ആ വിരുന്നേര് ഒരു പകൽ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് അടക്കം പറയും, ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണ്ടേ എന്ന്. അപ്പോൾ ചില ആളുകൾ പറയും, അത് വികൃതി കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു വികൃതി കുട്ടികൾ ഉണ്ടാവില്ല സുഹൃത്തുക്കൾ. ചില കുട്ടികൾക്കൊക്കെ ചില തകരാറുകളൊക്കെ ഉണ്ടാവാമെങ്കിലും അങ്ങനെ ഒന്നും ആവില്ല. നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അയൽവക്കത്തെ കുട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ അവരേറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു, പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ എന്താ വേണ്ട പറയണേ? കഴിക്കും മോനെ. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അവൻ വീണ്ടും വീട്ടിലേക്ക് ഓടി, ഞാൻ അമ്മനോട് ചോദിച്ചിട്ട് വരാമെന്നാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം വീട്ടിൽ നിന്ന് നീട്ടുമ്പോൾ പോലും ഉമ്മൻ്റെ സമ്മതം വേണമെന്ന് അവൻ അങ്ങനെ വിവരമുണ്ടായി?
എങ്ങനെ വിവരമുണ്ടായി സുഹൃത്തുക്കളെ? കൊണ്ടുവന്ന് വെച്ചതെല്ലാം തീർത്തിട്ടും എത്ര തിന്നണം, എങ്ങനെ തിന്നണം എന്നറിയാതെ ആർത്തിയോടെ 2 കൈയിലും വാരിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കിട്ടാത്തവരായിട്ടല്ല, ഭക്ഷണത്തിനൊരു അദബുണ്ട്. ആ അദബ് ഓരോ ഭക്ഷണത്തെ തൊടുമ്പോഴും ഉമ്മയുടെ മുഖം ഓർമ്മ വരും, ഉമ്മയുടെ വാക്കോർമ്മ വരും, ഉമ്മയുടെ കൈ ഓർമ്മ വരും. പേടിച്ചിട്ടല്ല, ഭയപ്പെട്ടിട്ടല്ല, എല്ലാറ്റിനും മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മൾ കൂടെ ഉണ്ടാവണം. അത് ജീവിതത്തിൽ എന്നും പ്രതിഫലിക്കും. നമ്മൾ വലിയവരായാലും ചെറിയവരായാലും എല്ലാം അത്തരം അദബുകളും മര്യാദകളും ബോധങ്ങളും നമ്മുടെ മക്കൾക്ക് നൽകിയില്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ ആലോചിച്ച് നോക്കണം, അത്ഭുതപ്പെടുകയാണ്. ഏത് പിന്നെ ഇന്നും എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു വിവാഹം വേണ്ട. അപ്പം എന്താ കല്യാണം വേണ്ട? എനിക്ക് പഠിച്ചാൽ മതി, ജോലി മതി, വിവാഹം വേണ്ട. വിവാഹം വേണ്ട എന്നവൾ പറയാൻ കാരണം അവളുടെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ജീവിതം കണ്ടിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തിരിച്ച് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളും ഭാര്യയും തമ്മിലുള്ള ആ സ്നേഹബന്ധങ്ങൾ കണ്ട് നിങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ആഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്നൊരു വിവാഹം വേണമെന്ന്. ഞാൻ ഉറപ്പിച്ചു, അങ്ങനെ ആഗ്രഹിക്കും. ചിലപ്പോൾ നിങ്ങളെ മക്കൾ ഉമ്മനോട് പറയും, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവതിയാണ്, കാരണം ഈ വാപ്പനെ പോലുള്ള ഒരാളെ നിങ്ങൾക്ക് ഭർത്താവായി കിട്ടിയില്ലേ. സുഹൃത്തുക്കൾ, അതൊക്കെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ജീവിതം കൊണ്ട് തെളിയിക്കാതെ വാക്കുകളെ കൊണ്ടൊന്നും ആവില്ല. നമുക്ക് നിങ്ങളുടെ മക്കൾ എങ്ങനെയാവണം എന്ന് നമ്മൾ മാതൃകയാവണം. ഞാൻ ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചു, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്. അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒരു വരി ഉണ്ടായിരുന്നു ആ എഡിറ്റോറിയൽ. ആ ഹൃദയസ്പർശിയായ വരി കൊണ്ടാണ് ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. ഇത് മാത്രം മതി വാപ്പാരുമാരും നന്നാവാൻ. അവർക്ക് ഖുർആൻ ഹദീസൊന്നും പറയാനില്ലല്ലോ. അയാൾ അവസാനം പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, വയസ്സായവർക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് പറയാൻ. ചൈൽഡ് ലൈനിൽ വിളിക്കണമാതിരി വിളിക്കാൻ നമ്പറുണ്ട്. മക്കൾ ബുദ്ധിമുട്ടിച്ചാൽ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടാൽ അതിലേക്ക് 15,000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാപ്പനിമ്പനെയും വഴിയിൽ ഉപേക്ഷിച്ചത്, സ്വത്ത് മുഴുവനും കവർന്നെടുത്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കിയത്, വിഷം കൊടുത്ത് കൊന്നത്, എന്തെല്ലാമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ലേഖകൻ അവസാനം പറയുന്നു, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു മാതൃക സൃഷ്ടിക്കുകയാണ് ഇവിടെ. എങ്ങനെ അച്ഛനെ നോക്കണം, എങ്ങനെ അമ്മയെ നോക്കണം എന്നതിന് നിങ്ങളുടെ മക്കൾക്കൊരു മാതൃക നിങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നു. ആ മാതൃക പ്രകാരം അവർ നിങ്ങളെ ഭാവിയിൽ നോക്കും. വിഷം കൊടുത്തു കൊന്നാൽ നിങ്ങളെയും അവർ വിഷം കൊടുത്തു കൊല്ലും. വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തട്ടിയാൽ നിങ്ങളെയും അവർ വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് അവിടെ കൊണ്ടുപോയാക്കും. ആലോചിക്കണം, നിങ്ങളെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന പാഠം മാതൃക കാണിക്കുകയാണ് അവിടെ. നമ്മൾ ഭക്ഷണം കഴിച്ച പോലെ അവർ ഭക്ഷണം കഴിച്ചു. ദാമ്പത്യത്തിലെ സ്നേഹത്തിൻ്റെ ഇടപെടലുകളിൽ സ്വകാര്യതകൾ അവിടെ കണ്ണുകളിൽ നിന്ന് മറയട്ടെ. പക്ഷേ സുഹൃത്തുക്കളെ, സ്നേഹ സംഭാഷണങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അത് വേണ്ടേ? നമുക്കങ്ങനെ പെരുമാറാനാവേണ്ടേ? അങ്ങനെ പെരുമാറാനായില്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് വലിയൊരു പ്രശ്നമായി മക്കൾ കരുതും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാറ്റങ്ങൾ വരുമ്പോഴെങ്കിലും അമ്മായിമ്മയും മരുമക്കളും മാറണ്ടേ? മാറാത്തത് കൊണ്ട് എന്താ ഉണ്ടായത്? ആരെങ്കിലും തയ്യാറാകുമോ സുഹൃത്തുക്കളെ? എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് പോലും സഹിക്കാൻ നമ്മുടെ പെൺമക്കളും ആൺമക്കളും ഇന്ന് തയ്യാറല്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ അവർ തയ്യാറാണോ? എന്തെങ്കിലും ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്ത് കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞത് അവിടെ മന്തിയും ബ്രോസ്റ്റൊക്കെ വരുന്നുണ്ട്. എന്താ വരാൻ കാരണം? നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും മക്കൾ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആലോചിച്ചു, ഒരു കഷ്ടപ്പാടും അറിയാതെ വളർത്തിയ നിങ്ങളുടെ മകൾ 19 വയസ്സായി കല്യാണം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയാൽ അവിടെ എല്ലാം അവൾ സഹിച്ചോളും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്. ഒരു കാരണം പറയാറില്ല, കഴിയൂലമ്മ എന്നാണ്. ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കാൻ കഴിയൂല, ഒരു ഭർത്തൃ വീട്ടിൽ താമസിക്കാൻ കഴിയൂല. അതാ പറയണത്. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ എങ്ങനെ ഒരു പെൺകുട്ടിയെ ഓമനിച്ച് വളർത്തുന്നുവോ അതേ സ്നേഹവും ലാളനയും ഭർത്താവും ഭർത്തൃ വീട്ടുകാരും കൊടുക്കുന്നൊരു സമയമില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ വിവാഹത്തെ നിരാകരിക്കും. വിവാഹം വേണ്ടെന്ന് പറയും, ജോലി മതി, പഠനം മതി എന്ന് പറയും. മാറ്റങ്ങൾ അനിവാര്യമാണ് സുഹൃത്തുക്കളെ, മാറാതെ പറ്റൂല. നമ്മൾ മാറിയേ പറ്റൂ. അങ്ങനെ മാറിയില്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റൂല. ഭക്ഷണം തിന്നാൻ എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം അടുക്കളയിൽ നിന്ന് എടുത്ത് കഴിക്കണമെങ്കിൽ അമ്മായിമ്മ വരണം. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം പറയാൻ ഭർത്താവിനോടൊപ്പം ഒന്ന് പുറത്തിറങ്ങാൻ പോലും ഉമ്മയുടെ സമ്മതം വേണമെന്നാണ്. നുണ പറഞ്ഞ് പോകണം. അല്ലെങ്കിൽ
ഇങ്ങനെയൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നു നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കാണണ്ട സുഹൃത്തുക്കളെ. സ്നേഹപൂർണ്ണമായ പെരുമാറ്റങ്ങൾ വീടുകളിൽ വരുത്താൻ പുതിയ മാതൃകകൾ നമ്മൾ സൃഷ്ടിക്കണം. ഞാൻ അതൊന്നും വെറുതെ പറയണമല്ല. 2 മരുമക്കളുണ്ട്, 2 സൈക്കാട്രിക് പേഷ്യൻസാണ്, മരുന്ന് കുടിക്കണം. 2 യുവതികളായ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്ത് മരുന്ന് കഴിച്ച് ജീവിക്കാൻ, രാത്രി ഉറങ്ങാൻ കൂടി കഴിച്ച് ജീവിക്കാൻ. എന്തിപ്പോൾ അവർക്ക് പ്രശ്നം സുഹൃത്തുക്കളെ? ഉമ്മയുടെ വാക്കുകൾ മാത്രം. ഒരാൾക്കാണെങ്കിൽ നമുക്ക് പാരമ്പര്യം എന്നൊക്കെ പറയാം, 2 കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് അസുഖം വരണമെങ്കിൽ അതിന് മാത്രം ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും സുഹൃത്തുക്കളെ. ഇതൊക്കെ മാറ്റണം. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, നമ്മളെക്കൊണ്ട് ഒരാളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ ഇസ്ലാം എന്താ? ഇടങ്ങേറായി പേടിച്ചൊരാളിങ്ങനെ ജീവിക്കുക. ഒരു സഹോദരിയെ പേടിച്ചിട്ട് 1-2 പെൺകുട്ടികൾ അവിടെ ഇങ്ങനെ വിടങ്ങേറായി ഭർത്താവിനോട് മിണ്ടാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ ജീവിക്കുക. പിന്നെന്ത് ഇസ്ലാമാ സുഹൃത്തുക്കളെ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ നാവിന്നും കയ്യെന്നും രക്ഷപ്പെട്ടിരിക്കണം എന്നാണ്. നമുക്കത് പെരുമാറാൻ അറിയണം, മാറാൻ പറ്റണം. അപ്പോൾ എപ്പോഴും സങ്കടം തോന്നുന്നത് എന്താ നിങ്ങൾ? ഈ അമ്മായിമ്മനെ നോക്കാനാണ് ഭർത്താവ് ഇവളവിടെ നിർത്തിപ്പോയിക്കണത്. എന്നിട്ട് അവൻ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുക, ഇവളിവിടെ ഭർത്താവില്ലാതെ ജീവിക്കുക. എന്നിട്ട് സുഹൃത്തുക്കളെ, ആ ഉമ്മക്കും വേണ്ടി കഷ്ടപ്പെട്ട ആ വീട്ടിൽ പ്രവാസിയായ ഭർത്താവിൻ്റെ സാന്നിധ്യം 20 കൊല്ലത്തിൽ 2 വർഷം മാത്രം അനുഭവിച്ച് ജീവിച്ചിട്ടും ഈ കഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ മനസ്സു കാണാൻ ഒരു ഉമ്മയ്ക്ക് പറ്റാതെ വരുമോ സുഹൃത്തുക്കളെ? പറ്റേണ്ടതുണ്ട്. തിരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല, തിരിച്ചുമുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ പ്രായവും പ്രവൃത്തിക്കായ പിന്നെ ഉമ്മമാരെ ഒരു നിലക്കും ആദരവും ബഹുമാനവും കൊടുക്കാതെ അവർ പറയുന്നതിനെല്ലാം ധിക്കാരത്തിൻ്റെ വാക്ക് പറഞ്ഞ് നിൽക്കുന്നവരുമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രണ്ടും ഒരുപോലെയാണ് സുഹൃത്തുക്കൾ. ഇങ്ങനെയൊന്നും ഇനി കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകില്ല. കാരണം എല്ലാം സഹിക്കുക എന്ന പഴയ കാലം മാറിപ്പോയിട്ടുണ്ട്. എല്ലാം സഹിക്കുക, എന്തു വന്നാലും സഹിക്കുക, ക്ഷമിക്കാം, ഒക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്ന ഒരു സമയവും സന്ദർഭവും ഇനി കാത്തിരിക്കില്ല, അർത്ഥമില്ല. സുഹൃത്തുക്കളെ, വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. അത് അള്ള വെച്ചതാണ്. അതിന് ഒരു അനുവാദം കൊടുത്താൽ മതി. അള്ള ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്നേഹം. നമ്മളിൽ നിന്ന് അനുവദിച്ചാൽ മതി. ആ സ്നേഹത്തെ വളരാൻ അനുവദിച്ചാൽ മാത്രം മതി. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. അള്ള സൃഷ്ടിപ്പിൽ ആണും പെണ്ണും അത്രയധികം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിപ്പിൻ്റെ പ്രകൃതി ആണിനും പെണ്ണിനും അള്ള കൊടുത്തിരിക്കണം. നമുക്കത് ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാം. സുഹൃത്തുക്കൾ, അതിനേക്കാളും വലിയൊരു ആസ്വാദനം ഭൗതിക ജീവിതത്തിൽ എന്താണുള്ളത്? ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനം ഉണ്ടല്ലോ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയല്ലേ? ഈ പരിപാടി നിങ്ങൾക്കൊരു പ്രതീക്ഷയല്ലേ? തിരുവനന്തപുരത്തൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും. എന്താണ് ആ പ്രതീക്ഷ? ആ പ്രതീക്ഷ ഭാര്യയാണ്, ആ പ്രതീക്ഷ ഭർത്താവാണ്. നിങ്ങൾക്കറിയുമോ, ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവൻ നയിക്കുന്നവരുടെ മുഴുവനും മനസ്സിലെ ആലോചനകൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താനുള്ള ഭാര്യയുടെ അടുക്കലേക്ക് എത്താനാണ് അവിടെ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്ത ലിതസ്കുനൂയിലേക. അവിടെയാണ് സമാധാനം, അവിടെ എത്തണം, അവിടെ അണയണം. ഈ ബന്ധത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്ത ഹതഭാഗ്യരാണ് സുഹൃത്തുക്കളെ നമ്മളീ പല ആൾക്കാരും. അതിനൊന്നും വേണ്ട, എന്തറിയൂ, ഒന്ന് പെരുമാറ്റം നന്നായാൽ മതി. നല്ല നിലക്ക് പെരുമാറിയ മനുഷ്യന്മാരുടെ വർത്താനം പറയാനൊന്ന് പഠിക്കുക. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായി പെരുമാറണം. അള്ളാൻ്റെ കൽപ്പനയാണ്. നല്ല നിലയ്ക്ക് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. ഭാര്യയെ തെറി വിളിക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർ പാടുണ്ടോ സുഹൃത്തുക്കൾ? അതൊക്കെ നമ്മുടെ കൂടെ അത്രയും സ്നേഹത്തോടെ ജീവിക്കുന്ന, നമുക്ക് ഭക്ഷണം ഒരുക്കുന്ന, എല്ലാം തരുന്ന ഭാര്യയോട് മാന്യമായി പെരുമാറാൻ കഴിയാത്തവൻ മാന്യനാണോ? മാന്യമായി പെരുമാറാൻ കഴിയാത്തവൻ മാന്യനാണോ? മാന്യമായി സംസാരിക്കാൻ കഴിയാത്തവർ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? നിങ്ങൾ നല്ല സ്വഭാവമുള്ളവനാണോ എന്ന് നിങ്ങളുടെ ഭാര്യ പറയും. എങ്ങനെ പറയാം? നിങ്ങൾ ഏറ്റവും നല്ല ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മക്കുള്ളൊരു തെളിവാണ്, സൽസ്വഭാവത്തിൻ്റെ തെളിവാണ് നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാന്യമായ സംസാരം അത് വേണം. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മൾ അവളുടെ സംരക്ഷകനാണ്, ഭർത്താവ് സംരക്ഷകനാണ്. അത് സുഹൃത്തുക്കൾ ഒരു കരാറിലൂടെ ഏറ്റെടുത്തതാണ്. ആ സംരക്ഷണം അവൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊന്ന് ഉറപ്പാക്കിയാൽ മതി അല്ലേ? നല്ല നിലക്ക് സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന വാപ്പനും തമ്മനോടും ഇനി മുതൽ ഞാൻ നോക്കിക്കോളാർന്നങ്ങാട് പിടിച്ചു കൊടുന്നാണ് നമ്മൾ. അവരൊക്കെ സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ കൊടുന്നാക്കി തന്നാണ്. അത് ആ കരാറ് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ആ കരാറ് നമ്മൾ പാലിക്കുന്നുണ്ടോ? കരാറ് പാലിക്കുക എന്നാൽ
അവൾ രാത്രി സമാധാനത്തോടെ ഉറങ്ങിയത്. ഇന്ന് അവൾ അങ്ങനെ ഉറങ്ങുന്നുണ്ടോ സുഹൃത്തുക്കളെ? അവൾ മനസ്സിൽ ആവശ്യപ്പെട്ട അവളുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും തടസ്സപ്പെട്ടിട്ടില്ല, നടക്കുന്നുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ പെൺകുട്ടിയേക്കും ആൺകുട്ടിയേക്കും പെരുന്നാളിൻ്റെ അന്ന് കയ്യിൽ ഒരു പണവും ഇല്ലാതിരുന്നിട്ടും അവർക്ക് പുതിയ ഉടയാടകൾ വാങ്ങിക്കൊടുത്തില്ലേ? അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തില്ലേ? എന്നാൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കുക 500 രൂപ എൻ്റെ ഭർത്താവിന്, എന്നിട്ട് അയാളെ കൈ കൊണ്ടൊരു മാക്സി, എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ എന്തൊരു വാക്കാണ് സുഹൃത്തുക്കളെ, അതൊക്കെ എന്തൊരു വാക്കാണ്. അവളുടെ വേദനകളെയും അവളുടെ വിഷമങ്ങളെയും ഒന്ന് കേൾക്കാൻ പോലും സമയമില്ലാത്ത നിരുത്തരവാദികൾ. നാം ആലോചിക്കണം. നാം അവിടെ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, പരസ്പരം 2 പേർക്കും ബാധ്യതകളുണ്ട്. അത് മാന്യമായി ആ ബാധ്യതകളെ നിർവഹിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ഏതെങ്കിലും ഒരു പുരുഷൻ എൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ പറയാനാകുമെങ്കിൽ അതെപ്പോഴേ പറയാൻ പറ്റുള്ളൂ? നിങ്ങൾ അവൾ ഒരു സങ്കടവും ഒരു വേദനയും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയാതെ അത് പറയാൻ മറ്റൊരാളെ കാത്തിരിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അവളുടെ വേദനകളെല്ലാം നിങ്ങളോട് പറഞ്ഞു. ഇനി അവളുടെ അമ്മനോടൊന്നും പറയല്ല, വാപ്പനോടൊന്നും പറയല്ല, ഒരു കൗൺസിലറോടൊന്നും പറയാനില്ല. അവൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളോട് പറയാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭർത്താവാണ്. അല്ല, ഇപ്പോഴും നിങ്ങളറിയാത്ത ചില സ്വകാര്യ വേദനകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് പിഴച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യയോട് ചോദിക്കുക, എന്തെങ്കിലും അനക്ക് വല്ല വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവൾ, ഇപ്പോൾ ചില ചെറുപ്പക്കാർ പറയും, ഇവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര ഇപ്പോഴൊക്കെ വീട്ടിൽ പോകണം. അതന്നെ അവൾ എന്തിനാ വീട്ടിൽ പോകണം സുഹൃത്തുക്കളെ? അവൾക്ക് അനുഭവിക്കുന്ന മാനസിക വേദനകൾക്ക് ഒരു റെസ്റ്റ് കിട്ടുക ആ വീട്ടിൽ 3 ദിവസം നിൽക്കുമ്പോഴാണ്. അത് നിങ്ങളെടുത്തില്ല എന്നാണ്, അത് നിങ്ങളടുക്കലില്ല എന്നാണ്. അത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും നമുക്ക് വേണ്ടേ? അതില്ല. ഉണ്ടെങ്കിൽ അവൾ എവിടെയും പോകില്ല. ഭർത്താവിനേക്കാളും താൻ സാന്നിധ്യം ആഗ്രഹിക്കുന്ന മറ്റൊരാളുണ്ടോ സുഹൃത്തുക്കളെ? ആരേലുണ്ടോ? ആരുമില്ല. വാപ്പാനും ഇമ്മാനും നമ്മൾ സംരക്ഷിക്കണമല്ലോ, നോക്കണമല്ലോ, കാണണമല്ലോ, പോകണമല്ലോ. ആ സ്നേഹമുണ്ടാകും. പക്ഷേ എപ്പോഴും ഒരു രാത്രി പോലും ഭർത്താവിനോടൊപ്പമല്ലാതെ ഉറങ്ങാൻ ആഗ്രഹിക്കണില്ല. എന്തെങ്കിലും വിഷമം, തെറ്റായ പെരുമാറ്റങ്ങൾ ഭാര്യമാരെന്ന് കണ്ടാൽ എന്താ പണിഷ്മെൻറ്റ് പറഞ്ഞത്? വഖ്ജുറുഹുന്ന ഫിൽ മളാജി, വിട്ടടക്കുക. കയ്യോ സുഹൃത്തുക്കളെ? ഒന്നിച്ചുറക്കുന്നവർക്ക് ഒരു രാത്രി വിട്ടുകിടക്കാനാകുമോ? ആ വിട്ടുകിടക്കാനാകാത്ത ബന്ധത്തിൽ എങ്ങനെ 15 ദിവസം വിരുന്ന് പോവുക, 20 ദിവസം വിരുന്ന് പോവുക? ആ സുഖം ഇവിടെ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ആ വിരുന്ന് പോണത്. പുതിയ കല്യാണക്കാരിലൊക്കെ തരുമോ, പുതിയ വീടുകളിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവൾ മോചനം നേടുന്ന. അപ്പോൾ ചിലർക്ക് 15 ദിവസം ഇവിടെ നിന്നാൽ 15 ദിവസം അവിടെ പോകും. അത് നിൽക്കണം എന്തിനാ? ആ പോകണ്ടെന്ന് അവൾ പറയണം. അവൾ പറയത്തക്ക വിധത്തിലുള്ളൊരു അനുഭവവും പെരുമാറ്റവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുക. ഏറ്റവും നല്ല മാന്യമായ ആ സ്നേഹം, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും സംരക്ഷണവും കിട്ടണം. അതാണ് ആ ഒരവസ്ഥ ഉണ്ടോ? അതേമാതിരി തിരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ബഹുമാനിക്കാൻ അറിയില്ല. വലിർരിജാലി അലൈഹിന്ന ദറജ, അല്ല പറഞ്ഞാലേ വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്കൊരു പദവിയുണ്ട്. അതൊന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് പറയാൻ നമുക്കാർക്കും ഒരു പേടിയും പോയിട്ട് അല്ല. ആണിനൊരു പദവിയുണ്ട്. കാരണം ആണാണ് അവിടുത്തെ സംരക്ഷകൻ. അതെന്നുമുണ്ട്. പുരുഷനെപ്പോഴും ഉണ്ടൊരു പദവി. ആ പദവി എന്തിനാണ് സുഹൃത്തുക്കളെ? അവളെ നന്നായി അരിജാല് കവ്വാമൂൻ അലൻ നിസ, നേരെ സംരക്ഷിച്ചുകൊണ്ട് ആ ആദരവ് പുരുഷന് കൊടുക്കണം. ആ ആദരവും ബഹുമാനവും പുരുഷന് കൊടുക്കണം. അതിനെ എത്ര വിശാലമായ അർത്ഥത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതെന്ന് സുഹൃത്തുക്കളെ, എത്രമാത്രം ചില ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രമാത്രം വിധേയത്വവും അനുസരണവും ഭർത്താവിന് കാണിക്കണം. അതിൻ്റെ അർത്ഥം അടിമയെന്നാണോ? വാപ്പനെ ബഹുമാനിച്ചാൽ നമ്മൾ വാപ്പൻ്റെ അടിമയാകും. ഉമ്മനെ ബഹുമാനിച്ചാൽ നമ്മൾ ഉമ്മൻ്റെ അടിമയാകും. ഉസ്താദിനെ ബഹുമാനിച്ചാൽ ഉസ്താദിൻ്റെ അടിമയാകും നമ്മൾ. ബഹുമാനം എന്ന് പറയുമ്പോഴേക്കും ആധിപത്യം, അധികാരം, ഏകാധിപത്യം എന്നൊക്കെ എന്തിനാ സുഹൃത്തുക്കളെ പറയണത്? ജീവിതത്തിൽ ഒരു വ്യക്തിയെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് സ്നേഹിച്ച് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെല്ലാം അവൾക്ക് നൽകി സംരക്ഷിക്കുന്നത് അത് ഭാര്യയാണ്. നമ്മുടെ ഭാര്യയാണ് നമ്മൾ അങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ മക്കളെക്കാളും സ്നേഹത്തോടുകൂടെ നമ്മൾ വളർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ സംരക്ഷണം നൽകുന്ന ഭർത്താവിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ്, ഒരു ആദരവ് വേണം. എല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരാളോട് ഒരു അനുസരണക്കേണ്ട വാക്ക് പറയുമ്പോഴേ ആ വാക്കിൻ്റെ വേദന മാത്രമല്ല ഉണ്ടാവുക,
അയാൾ തരുന്ന ആ സ്നേഹത്തിനും അയാൾ തരുന്ന എല്ലാ കടപ്പാടുകൾക്കും പകരം നാം കൊടുക്കുന്ന ആ നന്ദി കെട്ട വാക്ക് മനസ്സിനെ അത്രമാത്രം വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷേ നരകത്തിൽ പോലും അധികമുണ്ടാവാനുള്ള കാരണം ആ വാക്കിൽ വരുന്ന തകരാറാണ്. തനിക്കെല്ലാം തരുന്നവനോട് നിഷേധത്തിൻ്റെയോ നന്ദികേടിൻ്റെയോ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന് അത്ര വേദനയുണ്ടാക്കും, അത്ര വിഷമമുണ്ടാക്കും. സുഹൃത്തുക്കളെ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഭർത്താക്കന്മാരുടെ പെരുമാറാൻ. എന്തറിയോ, ഭർത്താക്കന്മാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സുഹൃത്തിനെ പോലെ ഇടപെട്ട് കൂടെ വരും. അടുക്കളയിൽ ചിലപ്പോൾ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, മനസ്സിലായി, എല്ലാ ജോലിക്കും കൂടെ ഉണ്ടാവും, എല്ലാ സന്ദർഭത്തിലും നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ അത് ആദരിക്കാതിരിക്കാനും ബഹുമാനിക്കാതിരിക്കാനും ഒരു കാരണമല്ല സുഹൃത്തുക്കളെ. എല്ലാ ബന്ധങ്ങളും സൗഹൃദങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, ബഹുമാനം അയാൾക്ക് കൊടുത്തിരിക്കണം. അത് കൊടുക്കുക എന്നുള്ളത് സ്ത്രീയുടെ ഒരു ബാധ്യതയാണ്. സ്നേഹമുണ്ടാവാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ പാലിക്കണം. നല്ല വാക്ക് പറയുമ്പോൾ സ്നേഹം ഉണ്ടാവും, ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ സ്നേഹം ഉണ്ടാകും, മനസ്സിനാഗ്രഹിക്കുന്ന ഒരു കാര്യം സമ്മാനം കൊടുക്കുമ്പോൾ സ്നേഹം ഉണ്ടാകും, നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ സ്നേഹമുണ്ടാകും, ശാരീരികവും മാനസികവുമായ സ്പർശനങ്ങൾ സ്നേഹമുണ്ടാക്കും, വിഷമങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ സ്നേഹമുണ്ടാകും, ദേഹത്തു നിന്ന് വരുന്നൊരു ചെറിയ സുഗന്ധം പോലും സ്നേഹമുണ്ടാക്കും. കൂടെ നിൽക്കുമ്പോൾ ഒന്ന് വാസനിക്കാതിരിക്കട്ടെ എന്ന് ശ്രദ്ധിച്ചാൽ പോലും അത് ഇഷ്ടമുണ്ടാകും. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടാവാൻ, ഭർത്താവിനോട് ഇഷ്ടമുണ്ടാവാൻ സ്നേഹം, ആ സ്നേഹമുണ്ടോ എല്ലാം പരിഹരിച്ചു പോകും. സ്നേഹമല്ലേ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ സ്നേഹം വെച്ച് പരിഹരിച്ച് അവരെ ഒന്നാക്കി വിടാൻ പറ്റും. മനസ്സിൽ സ്നേഹമില്ലാത്തവരെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ള വെച്ചൊരു സ്നേഹം ഉണ്ടല്ലോ, മവദ്ദത്തും റഹ്മത്തും, അത് അനുഭവിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സ്വർഗത്തിൽ പോലും ഉള്ള സുഖങ്ങളിൽ ഒന്നതാണ് സ്വർഗത്തിൻ്റെ കട്ടിലുകളിൽ അവർ ചേർന്നിരിക്കും. വർത്തമാനം സ്വർഗത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളിൽ ഒന്നതാണ് ഇണയോടൊപ്പമുള്ള ഒന്നിച്ചിരുത്തം. മുത്തക്കി ഒന്നും ആലോചിക്കാല്ല, ചാരിയിരിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ഒരു ഉത്തരവാദിത്വമല്ല, ഫുൾ ഫ്രീ ആയി ആസ്വദിച്ച് സ്വർഗത്തിലെ സുഖങ്ങൾ ആസ്വദിച്ച് ഇരുത്തത്തിലും കൂടെയുള്ള ഇണയുണ്ടല്ലോ, അത് അവിടുത്തെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ആ സന്തോഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യാന്നുള്ള സുഹൃത്തുക്കളെ. മറന്നു പോകാത്ത ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾ. മറക്കാൻ പറ്റില്ല നമ്മൾ മാതാപിതാക്കൾ, മനസ്സിലായി. ഉമ്മൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വേദന. ഏത് പ്രായത്തിലും, ഇപ്പം നിങ്ങൾക്ക് 50 വയസ്സായാലും 60 വയസ്സായാലും, ഇപ്പം എൻ്റെ നമ്മുടെയൊക്കെ ഉമ്മക്ക് എത്ര പ്രായം ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞാൽ ഉമ്മ കൂടുള്ള സമയത്താണെങ്കിൽ ഉമ്മ ഉറങ്ങൂല. ഏറ്റവും 9 മണിക്ക് ഉറങ്ങേണ്ട ആൾ ഉറങ്ങൂല. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഫോണെടുത്ത് വിളിക്കും, എവിടെ എത്തി, ഒറ്റക്കാണോ ഡ്രൈവ് ചെയ്യണത്, ഒറ്റക്കാണോ വീഴണത് എന്ന് ചോദിക്കും. നമുക്ക് വയസ്സ് 50 ആയാലും 60 ആയാലും ഉമ്മക്കൊരു കുഞ്ഞാണ് നമ്മൾ, ഒരു കുട്ടിയാണ് നമ്മൾ. ആ മനസ്സ് അവർക്ക് മരണം വരെ നഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ചെറിയൊരു പ്രായപൂർത്തിയാകുമ്പോഴേക്കും നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നു. ഉമ്മ എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് ചെറുപ്പത്തിൽ 2 വയസ്സിൽ വിളിച്ച പോലെ ഉമ്മയെന്ന് വിളിക്കാൻ 60-ാമത്തെ വയസ്സിലും കഴിയണം. കാരണം മകനെ കാണുമ്പോൾ ആ ചെറുപ്രായത്തിൻ്റെ പെരുമാറ്റം ഉമ്മയുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ ആ ചെറുപ്രായത്തിൽ കിട്ടിയ പരിഗണനകൾ വലിപ്പത്തിലും കിട്ടാൻ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട്, കൂടെ വേണം. ഞാൻ പലപ്പോഴും പറയും, ഉമ്മക്ക് മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന ശക്തമാണ്. അതുകൊണ്ടാണ് ഈ കരച്ചിൽ വരുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് അത്ര വലിയ വാക്കായിട്ടൊന്നല്ല ഉമ്മാർ കരയണത്. നമ്മുടെയൊക്കെ ചെറിയ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ എന്താണ് ഉമ്മ കരയണത്? ഉമ്മ കരയുമ്പോൾ ഉമ്മക്ക് ആ വികൃതിയുടെ വേദന മാത്രമല്ല സുഹൃത്തുക്കളെ. ആലോചിക്കുക നിങ്ങൾ, ഏത് പ്രഗ്നൻ്റായിട്ട് ചെന്നിരിക്കുകയാണ് ആശുപത്രിക്ക്. അപ്പോൾ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വെച്ച സ്ത്രീയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റൂലല്ലോ, കുട്ടിയൊക്കെ ജീവിക്കും, കുട്ടി വളരും, പക്ഷേ ഉമ്മ ഉണ്ടാവില്ല പ്രസവിച്ചാൽ എന്നാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറയും. ഇപ്പോൾ തുടക്കമല്ലേ, നമുക്കതാണ്ട് ഒഴിവാക്കി കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാമെന്നാണ്, മനസ്സിലായി. അങ്ങനെ ആലോചിച്ചു, ആരോടും ചർച്ച ചെയ്തില്ല. എന്നിട്ട് അവർ ഉറച്ച തീരുമാനത്തോട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇത്ര കാലം ജീവിച്ചില്ലേ, ഇനി ഓൻ ജീവിച്ചോട്ടെ, ഇനി അവൻ ജീവിക്കട്ടെ, നമ്മൾ കുറേ കാലം ജീവിച്ചില്ലേ എന്ന് പറഞ്ഞു. തൊടാൻ സമ്മതിച്ചില്ല. അവനെ പ്രസവിച്ചു, മനസ്സിലായി. അവനിന്നൊരു വിദേശ നാട്ടിലുണ്ട്, മനസ്സിലായി. അവനൊരു വിദേശ നാട്ടിലുണ്ട്, ഉമ്മ നാട്ടിലുണ്ട്. ഉമ്മക്ക് എല്ലാ പരിഗണനയും എല്ലാം കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ
ആ മകനെങ്ങാനും എപ്പോഴെങ്കിലും ഒരു നോ പറഞ്ഞാൽ, ഒരനുസരണക്കേട് കാണിച്ചാൽ ആ ഉമ്മൻ്റെ കണ്ണുകൾ നനയും. ആ വേദന തൻ്റെ ജീവൻ കൊടുത്ത് താൻ നേടിയ ഒരു മകൻ്റെ വാക്കിന് താൻ സഹിച്ച വേദനകളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ മനസ്സിൻ്റെ വേദന കൂടും. അതുകൊണ്ട് വാപ്പൻ്റെ ഉമ്മൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ആ വേദന നമ്മൾ പറയുന്ന വാക്കിൻ്റെ വേദനയല്ല, പ്രതികരണത്തിൻ്റെ വേദനയല്ല. പലപ്പോഴും വാപ്പയും ഉമ്മയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് മക്കളൊക്കെ യാത്രയാക്കാറുള്ളത്. അവർ തമ്മിലുള്ള ബഹളങ്ങളും തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ കേട്ട് നോവനുഭവിച്ച് ജീവിക്കുകയാണ് മാതാപിതാക്കൾ. നമ്മൾ വിചാരിക്കും ഒരു വയസ്സും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ, പിന്നെ മക്കളെ റിസൾട്ടും അവരുടെ റാങ്കും ഒക്കെ കേട്ട് ഇങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ. അല്ല സുഹൃത്തുക്കളെ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ അവരെ വിളിച്ച് പറഞ്ഞ് ടെൻഷനാക്കി എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും വിഷയങ്ങൾ കേട്ട് ടെൻഷനായിട്ടിരിക്കാൻ. അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊന്നും ആർക്കും അധികം നേരം കിട്ടില്ല. ആ മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകം കൽപ്പിച്ചത് അതൊക്കെ ഒരു ദീനിൻ്റെ ഭാഗമായി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ വാപ്പനിമ്മനി നമ്മളെ ഓർമ്മയിൽ വരുള്ളൂ. മനസ്സിലായി? വാപ്പനിമ്മനി ഓർമ്മ വരണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇതൊരു ദീനിൻ്റെ കാര്യമാണെന്ന് ഓർമ്മ വരണം. അതുകൊണ്ടാണ് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ല, ആരാധനകളെ പോലെ തന്നെ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് അള്ളാഹിൻ്റെത്. എന്ത്? വബിൽ വാലിദൈനി ഇഹ്സാന. അത് അള്ളാഹിൻ്റെ ഒരു വിധിയുണ്ട് അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാനായി എന്ന് നമുക്ക് ഓർമ്മ വരൂലേ? അല്ല നിസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ, അത് നിസ്കരിക്കാൻ അല്ല പറഞ്ഞു, അതുകൊണ്ട് ചെയ്തോളൂ. അവിടെ ഒരു നിസ്കാരം കുറച്ച് സമയം വൈകിയാൽ ടെൻഷനാകും. അതേ ടെൻഷൻ വാപ്പൻ്റെ ഉമ്മൻ്റെ ഇത് അല്ല പറഞ്ഞാണല്ലോ, ഇത് തെറ്റു വരാൻ പറ്റൂല. ആ ബോധമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും. നമ്മളെ കാത്തിരിക്കില്ല, ഓൻ വിളിച്ചില്ലല്ലോ ഫോണ്, ഓൻ വന്നില്ലല്ലോ എന്ന് തോന്നൂല. നമ്മൾ എത്തിയിരിക്കും, നമ്മൾ വിളിച്ചിരിക്കും. സുഹൃത്തുക്കൾ, അത് പരലോകത്തേക്കുള്ളതാണ്. ആ തൃപ്തി നമുക്ക് പരലോകത്തേക്ക് ആവശ്യമാണ്. റിള റബ്ബ് ഫിരിളൽ വാലിദൈൻ. അള്ളൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഉമ്മയും വാപ്പയും സർട്ടിഫിക്കറ്റ് തരാതെ നമുക്കൊരു പക്ഷേ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വസുഖ്തുഹു ഫി സുഖ്തിഹിമ. അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അതുകൊണ്ട് തെറ്റിക്കാൻ പറ്റൂല, വാപ്പനിമ്മനെയും പടക്കാൻ പറ്റൂല. ആ ഒരു പരിഗണനയും സ്നേഹവും ഏത് കാലത്തും അവർക്ക് എന്ത് ചെയ്യണം? നൽകിക്കൊണ്ടിരിക്കണം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എല്ലാം നന്നായി പോകാനുള്ള പരിഹാര മാർഗം ദീനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ദീനിൻ്റെ വഴിയിൽ വരുമ്പോൾ മാത്രമേ എല്ലാ സംഗതികളും പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ ബാധിക്കും, കുടുംബജീവിതത്തെ ബാധിക്കും. ഞാൻ എപ്പോഴും ഈ കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കലുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹിനെ തൗഫീഖ് കൊണ്ട് എന്താ നിങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മിക്കവാറും ബന്ധങ്ങളൊക്കെ ശരിയായി പോകും അള്ളാഹിനെ തൗഫീഖ് കൊണ്ട്. പക്ഷേ നമുക്ക് കൂട്ടി ഇണക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബന്ധം ഏതാണെന്ന് നിങ്ങൾ? വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധങ്ങളാണ്. നിങ്ങളൊക്കെ പേടിക്കണം, വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധങ്ങളാണ്. വിശ്വാസം നഷ്ടപ്പെടാൻ ഒരു പണിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു സുഹൃത്തുക്കൾ. വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മളാക്കും. നിങ്ങൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്, മനസ്സിലായി? അപ്പോൾ നിങ്ങളില്ലാത്ത സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു സംശയം, എന്ത്? അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും ചില നോട്ടുകൾ നമ്മുടെ മേശയിൽ നിന്ന് വലിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ആ ഒരു പണിക്കാരന് നമ്മൾ കൊടുക്കുന്ന 500 പക്ഷേ 2000-ൻ്റെയും 4000-ൻ്റെയും പണി അവൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനം നിലനിന്ന് പോകാൻ അവൻ ആവശ്യമാണ്. പക്ഷേ ഒരു സംശയം, അവൻ മേശയിൽ നിന്ന് വല്ലതും വലിക്കുന്നുണ്ടോ എന്നൊരു ഭയം. പിന്നെ നിർത്തോ സുഹൃത്തുക്കളെ? വിശ്വാസമാണ് പ്രധാനം. എന്തേ പ്രേമവിവാഹത്തിൻ്റെ പ്രശ്നം? വിശ്വാസം ഉണ്ടാവില്ല. ഏത് കല്യാണം കഴിയുന്ന മുന്നേ എനിക്ക് ഫോൺ ചെയ്തില്ലേ, എന്നെ വിളിച്ചില്ലേ, സ്കൂൾ വിടുമ്പോൾ ഗേറ്റിൽ വന്ന് കാത്തുന്നില്ലേ, ട്രെയിനിന് പോയില്ലേ, റൂം എടുത്തില്ലേ? എപ്പോഴും ഉണ്ടാവും ഏതെങ്കിലും പെണ്ണുങ്ങൾ ഒപ്പം ഉണ്ടാവും എന്ന് അവൾക്ക് ഇങ്ങനെ വെറുതെ തോന്നുകയാണ്, അവനും തോന്നുകയാണ്. എനിക്കന്ന് ചാറ്റ് ചെയ്ത പോലെ ഏർക്ക് ചാറ്റ്. അത് വിശ്വാസമാണ്. പ്രേമവിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസമുണ്ടാവില്ല രണ്ടുപേർക്കും. അതിന് മാത്രം മതപരമായ ജീവിത മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംശയങ്ങളുണ്ടാവും. അപ്പോൾ സംശയ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേമമുണ്ടായിരുന്നു മുമ്പ് എന്നുള്ളത്. വിശ്വാസം നഷ്ടപ്പെടാൻ, ഈ വിശ്വാസം നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു സംശയ കാര്യത്തിൽ സുഹൃത്തുക്കളെ, ഒന്നും വേണ്ട, നിങ്ങൾ വളരെ പരിശുദ്ധരാണ്. പക്ഷേ നിങ്ങൾക്ക് ഏതോ ഒരു സ്ത്രീ ഒരു മോശം മെസ്സേജ് അയച്ചു, മോശം വാക്കുകളിൽ. വെറുതെ വരൂല. നമുക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിലല്ലേ ഒരു മോശം മെസ്സേജ് നമ്മളെ ഫോണിൽ കേൾക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. അതെങ്ങാനും നിങ്ങളെ ഭാര്യ കണ്ടാൽ അതോടുകൂടെ തീർന്നു. മനസ്സിലായി? അത്രയാണ്. കാരണം തെറ്റുകൾക്ക് അത്ര വലിയ സ്വാധീനമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇസ്ലാം എല്ലാ തെറ്റുകളെയും വിരോധിക്കാനുള്ള കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്.
നമ്മളെ സംരക്ഷിക്കാനാണ്. ജീവനെ സംരക്ഷിക്കാൻ, സ്വത്തിനെ സംരക്ഷിക്കാൻ, അഭിമാനത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സംരക്ഷണം. അപ്പോൾ എവിടെയെങ്കിലും പേച്ചാൽ നമ്മുടെ സുരക്ഷിതത്വം പോകും. അതുകൊണ്ട് നല്ല സൂക്ഷിക്കുക. നല്ല സാർ, ഈ ഫോണുണ്ടല്ലോ, പെണ്ണുങ്ങൾ ആണുങ്ങളുമായി ബന്ധമുണ്ടാകുന്നു. അതാരുമാവാം. എന്താ കാരണം? തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാൻ ഒരാളെ കിട്ടിയാൽ ഒരു പ്രശ്നമല്ല, ആർക്ക് ഫോൺ ചെയ്യാനും സംസാരിക്കാൻ. പക്ഷെ അറിയാം, എവിടെയെങ്കിലും ഒന്ന് പഴച്ചാൽ അതോടുകൂടെ തീരും. ഏതെങ്കിലും ഒരു സ്ത്രീയുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിശ്വസിക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല സൂക്ഷ്മത നമ്മുടെ സ്വകാര്യതയിലും നമ്മുടെ ജീവിതത്തിലും വേണം. എന്താ പരിഹാരം സുഹൃത്തുക്കളെ? ദീൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അതിന് നിരന്തരമായ പരിശ്രമം, ഉത്ബോധനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കണം. എന്നോ കേട്ടതിൻ്റെ പാരമ്പര്യവും മേനിയും പറഞ്ഞ് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നു ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഖുർആൻ അള്ളാഹുവിൻ്റെ ദിക്റാണ്. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഖുർആൻ ക്ലാസ്സിനാണ് പോണത്? നിങ്ങളുടെ മക്കൾ എവിടുന്നാണ് ദീൻ പഠിക്കണത്? ഈ ബോധം അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണം. അല്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സംഘടനകളോ പാർട്ടിയോ പ്രസ്ഥാനമോ അതിർവരമ്പുകളോ ഒന്നും നോക്കാതെ ആൾക്കാർ ഖുർആൻ ക്ലാസ്സിനും പരിപാടിക്കും ഇതിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതൊക്കെ കേട്ടാലേ ഇനി നിലനിൽക്കാൻ പറ്റും, ഇതൊന്നുമില്ലാതെ ഇനി ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ബോധമുള്ളത് കൊണ്ടാണൊക്കെ. ജുമാ ഖുതുബകൾ പണ്ടൊക്കെ വെള്ളിയാഴ്ചയിലെ ജുമാ ഖുതുബകൾ അത് തീരുമ്പോഴേക്കും അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ നാടുകൾ. അത് കേട്ടാലേ ഒൽക്കുന്ന സമാധാനമുള്ളൂ. അത്രമാത്രം ഉത്ബോധനങ്ങളെയും പ്രഭാഷണങ്ങളെയും പ്രസംഗങ്ങളെയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വാർണാക്കര പ്രദേശത്ത് ഒരു ദഅവാ സെൻ്ററിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, തുടക്കം ഓരോ ദിവസവും അത് വളർച്ചയിലേക്ക് പോകണം. തീർച്ചയായും ഇവിടെ ചിലത് നിർവഹിക്കാൻ ഇസ്ലാമിക് ഓർഗനൈസേഷന് ചിലത് നിർവഹിക്കുവാനുണ്ട്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ നിർവഹണത്തിൻ്റെ തുടക്കം ഭംഗിയായി നടക്കണം. നമ്മൾ ഇത്രയും വലിയൊരു സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടുമെങ്കിൽ തീർച്ചയായും ഇവിടെ എല്ലാ മാസവും ഒരു വിജ്ഞാനവേദി നടക്കും. ഒരു സംശയം, നല്ല നല്ല വിഷയങ്ങൾ എടുത്തിട്ട് 1 മണിക്കൂർ നേരത്തെ പ്രഭാഷണം സുഹൃത്തുക്കൾ. അതിനും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈ കൊടുത്തമാരി ബക്കറ്റ് കൊടുത്താൽ ആ വരുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ ചിലവുകൾ വഹിക്കും. ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ആണും പെണ്ണൊക്കെ വന്ന് മക്കളെയൊക്കെ കൂട്ടിങ്ങൾ കേൾക്കണം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും. കാരണം നമ്മുടെ കുട്ടികളിലൊക്കെ ഈ ലിബറലിസവും അവിശ്വാസവും ഒക്കെ കുത്തിനിറക്കാൻ, അതൊക്കെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് നമുക്ക് നല്ല പ്രഭാഷണങ്ങളും പണ്ഡിതന്മാരൊക്കെ സംസാരങ്ങളിലൂടെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടെത്തി ഇസ്ലാമികമായ പ്രഭാഷണങ്ങൾ, മാസത്തിലൊരു വിജ്ഞാനവേദി, അത് നമ്മളൊരു തീരുമാനമായി നടപ്പിലാക്കി അതിനൊരു മാസം പണിയെടുക്കുക. അടുത്ത മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു വിജ്ഞാനവേദി ഉണ്ടെങ്കിൽ 1 മാസം അതിന് വർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളെ കുറേ സുഹൃത്തുക്കൾ വീടുകളിലൊക്കെ കയറി എല്ലാവരെയും വിളിച്ചു. ഇതൊന്നും നിർത്താൻ പറ്റില്ല, എല്ലാവരെയും വിളിക്കണം. അപ്പോൾ നമുക്കറിയാം ആളുകളുടെ ദീനിലോട് സമീപനവും താല്പര്യമൊക്കെ നമുക്ക് ആളുകൾ അറിയാൻ പറ്റും. നിങ്ങൾ വിളിക്കണം. നമ്മൾ ആരോടും ഒരു എതിർപ്പിനോ മത്സരത്തിനോ പരാജയപ്പെടുത്താനൊന്നില്ല. സമ്മേളനങ്ങൾക്ക് ബദൽ സമ്മേളനങ്ങളില്ല. നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പകരം ബദൽ ഖുർആൻ ക്ലാസ്സുകളില്ല. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ. ആ ലക്ഷ്യം നടക്കും. ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് രൂപപ്പെട്ടോ അന്ന് മുതൽ ആരോടും നമ്മൾ മത്സരിച്ചിട്ടില്ല, ആരോടും നമ്മൾ യുദ്ധത്തിന് പോയിട്ടില്ല. നമുക്ക് ചില ദീനീ കാഴ്ചപ്പാടുകളുണ്ട്, ഇഖ്ലാസോട് ചില ആ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുത്തു. ആ പണിയെടുക്കലിൻ്റെ ഫലങ്ങളാണ് സുഹൃത്തുക്കൾ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഇതിൻ്റെ പ്രഭാഷണങ്ങൾക്ക് ആളുകൾ വരുന്നതിൻ്റെ രഹസ്യം അതാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പഴക്കമുള്ള ഒരു മുജാഹിദ് പ്രദേശത്ത് നമുക്ക് നിർവഹിക്കാൻ ചില ദൗത്യങ്ങളുണ്ട്. അത് നിർവഹിക്കുവാനുള്ളൊരു തുടക്കം മാത്രമാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം വേണം. നിങ്ങൾ കേൾവിക്കാരല്ല, നിങ്ങൾ സംഘാടകരാണ്, ഇതിൻ്റെ കൂടെ വരേണ്ടവരാണ്. ഇതിന് സ്കോഡ് നടത്താനും ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മുന്നോട്ട് വരണം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും നമ്മുടെ മുന്നിൽ വഴികളുണ്ട്. പീസ് റേഡിയോ ഉണ്ട്, നിങ്ങൾക്കറിയാം. പീസ് റേഡിയോ അന്ന് തുടങ്ങിയിട്ട് ഇന്നേ വരെയും അതിൻ്റെ ശബ്ദം നിലച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വല്ല സാങ്കേതിക തകരാറും വരുമ്പോൾ എന്നല്ലാതെ അതങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ, കേട്ടത് വീണ്ടും കേൾക്കാൻ, കേൾക്കാത്തതിനെ വീണ്ടും റിവൈൻഡിൽ കേൾക്കാൻ പറ്റും. നിങ്ങൾ ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങൾ തേമത്തെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും യാത്രയിലെ ജമ്മിനെക്കുറിച്ചും കസറിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ വളരെ നല്ല നിലക്ക് മറുപടി നിങ്ങൾ കിട്ടുന്ന അൽ ഇജാബയുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ലൈവ് കൗൺസിലിംഗ് ഉണ്ട്. ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ലൈവ് കൗൺസിലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഹൃദയവസന്തം, ഖുർആൻ ലേണിംഗ് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിന് നേരിട്ട് പഠിക്കാം, ലൈഫ് കോഴ്സുകളുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം സഹോദരി സഹോദരന്മാർ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിരന്തര സംവിധാനമാണ് നമ്മുടെ പീസ് റേഡിയോ. അതേപോലെ തന്നെ എന്നും രാവിലെ വരുന്ന നേർവഴി, ഒരു ഗ്രൂപ്പിൽ നമ്മൾ അംഗമായാൽ നമ്മളെ തേടിയെത്തും ദീനിൻ്റെ വിജ്ഞാനങ്ങൾ.
ഇതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2 ഫാമിലി കോൺഫറൻസ് നമ്മൾ വെറുതെ വെച്ചതല്ല, ഫാമിലിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് സമ്മേളനം, ഫാമിലിയെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് 4 നല്ല പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങൾ കേൾക്കാൻ കുടുംബസമേതം അത് അന്നത്തെ ദിവസം നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ആ ദിവസം നമ്മുടെ കോട്ടക്കൽ പുത്തൂരിലെത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. യൂത്തിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന കോൺഫറൻസാണ് മലപ്പുറത്ത്, തൊട്ടടുത്ത പ്രദേശത്താണ്. ഈ പരിപാടികളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ തൗഹീദിൻ്റെ വഴിയിൽ നമ്മൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുകയും അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങളെയും അള്ളാഹു സൽക്കർമ്മമായി നമ്മൾ കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി